ഭഗവാനോടും നിങ്ങളോടുമൊക്കെ പ്രാർത്ഥിച്ചിട്ടിരിക്കുകയാണ്. 12:45 വരെ ഭംഗിയായിട്ട് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ഭഗവാനും ഇവിടെ ഇരിക്കുന്ന ഭക്തന്മാർക്കും അതുപോലെ ഈ നാരായണീയ ഗ്രന്ഥകാരനും നാരായണ ഭട്ടതിരിപ്പാടിനും പിന്നെ നമ്മുടെ ഒരു വലിയ പരമ്പര ഉണ്ട്, സനാതന ധർമ്മ പരമ്പര. ഒരുപാട് മഹർഷീശ്വരന്മാര് ഒരുപാട് കാലത്തെ അതികഠിനമായ തപശ്ചര്യകളിലൂടെ ലോകത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഈ സനാതന മൂല്യങ്ങളെ ഉദ്ധരിക്കാനുള്ള അവരുടെ കഠിന യജ്ഞത്തിൻ്റെ ഫലമാണ് ഈ സനാതന ധർമ്മ പരമ്പര. ആ പരമ്പരയ്ക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ 2 മണിക്കൂർ ഭഗവാന് ഇഷ്ടപ്പെട്ട വിധത്തിൽ ഭക്തന്മാർക്ക് രുചിക്കുന്ന വിധത്തിൽ വേണ്ടതുപോലെ നല്ല വാക്കുകൾ പറയാൻ അനുഗ്രഹിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഭക്തോത്തമരായ ഇവിടെ കൂടിയ അബാലവൃദ്ധം ജനങ്ങളോടും പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക ഭഗവാനോട് ഇത് നന്നായിട്ട് ഈ പ്രഭാഷണം നടത്താൻ സാധിക്കണമേ എന്ന്. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മളൊക്കെ എന്നും ചൊല്ലേണ്ട ശ്ലോകമാണിത്. പ്രത്യേകിച്ച് നമ്മുടെ ധർമ്മത്തിൻ്റെ ഉദ്ധരണത്തിന് വേണ്ടി അവതരിച്ച അദ്വൈത ഗുരുനാഥനായ സാക്ഷാൽ പരമേശ്വരൻ്റെ അവതാരമായിട്ടുള്ള ശങ്കരാചാര്യര് ശിഷ്യപരമ്പരയാൽ സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാനത്ത് വന്നിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, മലയാളികളായിട്ടുള്ള നമ്മളൊക്കെ ശങ്കരാചാര്യരോട് കൃതജ്ഞത ഉള്ളവരാവണം. ജനിച്ച് 10 വയസ്സ് തികയുന്നതിന് മുമ്പാണ് ബദരികാശ്രമത്തിൽ പോയി തപസ് ചെയ്ത്, ജോഷിമഠത്തിൽ തപസ് ചെയ്ത്, പിന്നീട് ദർശനം ലഭിച്ച് അളകനന്ദയിൽ ചാടി മുങ്ങി അവിടെ ഈ വൈദേശികന്മാരുടെ ആക്രമണത്തെ ഭയന്ന് ഒരു കാലത്ത് ഭഗവാൻ ബദരീനാരായണന്റെ വിഗ്രഹത്തെ അന്നത്തെ പൂജാരിമാര് നശിക്കാതിരിക്കാൻ വേണ്ടി അളകനന്ദയിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. അതിനെ അവിടെ നിന്ന് ഉദ്ധരിച്ച് അതിനെ ബദരീനാഥത്ത് പ്രതിഷ്ഠിച്ച് എന്ന് മാത്രമല്ല ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തി അന്നത്തെ ദുഷിച്ച മതം ദുഷിച്ചതല്ല, മതത്തെ ദുഷിപ്പിച്ചു. അങ്ങനെ സനാതനധർമ്മത്തെ ദുഷിപ്പിച്ച, പ്രത്യേകിച്ച് ബുദ്ധമതത്തിൽ നിന്ന് ഈ ധർമ്മത്തെ കരകയറ്റി. അബദ്ധജടിലമായിരുന്നു അന്നത്തെ സാമൂഹ്യാവസ്ഥ. വൈദിക ധർമ്മം ഏറെ അധപ്പതിച്ചിരുന്നു. വൈദിക ധർമ്മത്തെ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ബ്രാഹ്മണര് കള്ളു കുടിക്കാനും മാംസം തിന്നാനും എളുപ്പമാർഗമാണ് യാഗം എന്ന് വിചാരിച്ച് അതിനെ കൈക്കൊണ്ടിരുന്നു. ക്രൂരന്മാരായിരുന്നു രാജാക്കന്മാരും. ഉയർന്ന ശ്രേണിയിലുള്ള സമൂഹത്തിലുള്ള ഉയർന്ന ശ്രേണികളിലുള്ള ജനങ്ങൾ അവര് സാധാരണക്കാരെ വഴിതെറ്റിക്കുന്ന ദുഷ്ടന്മാരുടെ വർഗത്തിലേക്ക് പെട്ടിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ദുഷിച്ച കാലം. അന്നാണ് ആര്യാമ്പയുടെയും ശിവഗുരുവിൻ്റെയും പുത്രനായി വടക്കുംനാഥൻ്റെ തൃശ്ശൂർ വടക്കുംനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് വടക്കുംനാഥൻ തന്നെ പുത്രനായിട്ട് അവതരിച്ചു എന്നാണ് പറയാറുള്ളത്. 8 വയസ്സിലാണ് ആ സംഭവം എന്നാണ് ജോഷിമഠിൽ ഞാൻ ആദ്യം പോയപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞത്. 8ാമത്തെ വയസ്സിൽ ബദരികാശ്രമത്തിൽ പോയവർക്കറിയാം ഹിമാലയത്തിൻ്റെ തണുപ്പ് എന്താണ്. അവിടെ ചെന്ന് തപസ് ചെയ്ത് ധ്യാനിച്ച് ദർശനം ലഭിച്ച് വിഗ്രഹം പ്രതിഷ്ഠിച്ച്, മാത്രമല്ല മലയാളികളായിട്ടുള്ള നമുക്കൊക്കെ ഇന്നും ബദരികാശ്രമത്തിൽ പോയാൽ
ഹാർദമായ സ്വാഗതം ലഭിക്കും. ഹാർദമായ സ്വാഗതമാണ്, ഹാർദവമായ സ്വാഗതമല്ല. പലരും ഹാർദവെന്ന് പറയാറുണ്ട്, തെറ്റാണത്. ഹാർദമായ സ്വാഗതം ലഭിക്കും. മാർദ്ദവം പോലെയല്ല ഹാർദവേ. ഭാഷ പലപ്പോഴും പലരും വളച്ചൊടിച്ച് വളരെ വികൃതമാക്കി പ്രയോഗിക്കാറുണ്ട്. ശങ്കരാചാര്യര് ഇന്നവിടെ പോയാൽ നമുക്ക് മലയാളി എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു പരിഗണന കിട്ടും. കാരണം ശങ്കരാചാര്യർ അന്ന് തീരുമാനിച്ചതാണ് ഒരു കേരള ബ്രാഹ്മണൻ വേണം പൂജിക്കാൻ എന്ന്. ഇന്നും അവിടെ ഒരു നമ്പൂതിരി തന്നെയാണ് പൂജിക്കുന്നത്. മലയാളം പറയുന്നവർ വന്നാൽ അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. ഹിന്ദിക്കാരുടെ ഇടയിൽ ഒരു മലയാളിയെ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് ബദിരകാശ്രമത്തിൽ പോയിട്ട് കണ്ടുപഠിക്കണം. ക്ഷേത്രത്തിൽ ചെന്നു, നടയടച്ച സമയമാണ്, നമുക്ക് പ്രസാദം കിട്ടിയില്ല. അപ്പോൾ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കും, പൂജക്കാരൻ നന്നല്ല, ഞാൻ ചെന്നപ്പോൾ എനിക്ക് പ്രസാദം തന്നില്ല, അല്ലെങ്കിൽ പ്രസാദത്തിന് കുറച്ച് അളവ് കുറഞ്ഞു. ആ കൂട്ടര പൊതുവെ ഇന്ന് അങ്ങനെ മാറിയിരിക്കുന്നു. കൊല്ലത്തിൽ 1-2 പ്രാവശ്യം പിറന്നാളിന് വന്ന് ഒരു പായസവും ഒരു പുഷ്പാഞ്ജലിയും ചീട്ടാക്കിയ ഉടനെ പ്രസാദവും കിട്ടണം. എന്നിട്ട് ടാറ്റ ബൈ ബൈ സലാം എന്നും പറഞ്ഞു പോകുന്ന ഒരവസ്ഥ കുറേശ്ശെ മാറി വരുന്നുണ്ട്. ബദരികാശ്രമത്തിൽ പോയിട്ട് കണ്ടറിയണം എങ്ങനെയാണ് ഒരു ക്ഷേത്ര പൂജാരിയെ ബഹുമാനിക്കേണ്ടത് എന്ന്. ഗഡ്വാൾ രാജ്യത്തെ രാജാവ് തൻ്റെ രാജ്യത്തിലെ ഈ ബദരികാശ്രമം നിൽക്കുന്ന സ്ഥാനം ടാക്സ് ഒഴിവാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, അവിടെയുള്ള കരം പിരിക്കാൻ, ടാക്സ് പിരിക്കാനുള്ള അധികാരം ക്ഷേത്ര പൂജാരിക്കാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വലിയൊരു വടിയും പിടിച്ചിട്ട് അധികാരദണ്ഡും പിടിച്ചിട്ട് ഒരാൾ പോകുന്നുണ്ടാവും. ചിന്മയാനന്ദ സ്വാമി ഒരിക്കൽ തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഇന്ന് ഭാരതത്തിലെ പാർലമെന്റിൽ ആകെ ഒരേ ഒരു പുരുഷൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ സ്ത്രീകളാണ്. ആ പുരുഷൻ വേറെ ആരും ആയിരുന്നില്ല, ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആ ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനന്തരക്രിയകൾക്ക് വേണ്ടി ഇന്ദിരാഗാന്ധി ചെന്നത് ബദരികാശ്രമത്തിലാണ്. അവിടെ മേൽശാന്തി ഇതുപോലെ ഉയർന്ന സ്ഥലത്തിരിക്കും, നിങ്ങളൊക്കെ ഇരിക്കുന്നത് പോലെ താഴെ ഇന്ദിരാഗാന്ധി ഇരുന്നു. അവിടുത്തെ പൂജാരിയെ റാവൽജി എന്നാ പറയുക. അവിടെയൊക്കെ പോവേണ്ടതാണ് നമ്മളൊക്കെ. നാരായണീയത്തിൽ പറയുന്നു, സകല ജനഹിതായ അധുനസ്തേ ബദര്യാം. ഭാഗവതത്തിൽ ഉദ്ധവൻ ഭഗവാനെ സേവിച്ച് ഭഗവത്പദത്തെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ നാരായണീയത്തിൽ ഒന്ന് മാറ്റി പറഞ്ഞു ഭട്ടതിരിപ്പാട്, സകല ജനഹിതായ അധുനസ്തേ ബദര്യാം. ഇന്നും ബദരികാശ്രമത്തിൽ ലോകത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ശോഭിച്ചുകൊണ്ടിരിക്കുന്നു ഉദ്ധവൻ. അങ്ങനെയാണ് 6 മാസമാണ് ബദരീനാരായണന് പൂജ, 6 മാസം ഉദ്ധവന് പൂജ. അപ്പോൾ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചെന്ന് അവിടെയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ക്രൂരന്മാരും ദുഷ്ടന്മാരും സ്വാർത്ഥികളുമായിട്ടുള്ള അന്നത്തെ പുരോഹിത മേധാവിത്വത്തെ തോൽപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിച്ച് ബ്രാഹ്മണധർമ്മം എന്താണെന്നും സനാതനധർമ്മം എന്താണെന്നും ലോകത്തെ പഠിപ്പിച്ച അദ്വൈതാചാര്യനായ ശങ്കരാചാര്യരെ നമുക്ക് വന്ദിക്കാം. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനീഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. ശ്രീരാമചന്ദ്ര മഹാപ്രഭോ ശരണം.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. പൊന്നു ഗുരുവായൂരപ്പാ ശരണം. ഒരു 3 പ്രാവശ്യം എല്ലാവരും ഗുരുവായൂരപ്പനെ വിളിക്കുക. കാരണം ഗുരുവായൂരപ്പനെ പാടുന്ന നാരായണിയാണ് നമ്മളിവിടെ ഈ ആഘോഷിക്കപ്പെടുന്നത്. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. രക്താംബരം മൃദുമനോഹരമന്ദഹാസം ഭക്തേഷ്വനന്യശരണേഷു സദാ പ്രസന്നം ത്വാം സർവഭൂതജഗദേകഹിതാവതാരം ശ്രീ സായിനാഥമനിശം ഹൃദി ഭാവയാമി. സായീശ്വരാ ശരണം. നമ്മുടെ നാട്ടിൽ മാത്രമേ ഈശ്വരൻ പൂർണ്ണശക്തിയോടുകൂടി വന്നിട്ടുള്ളൂ. ജെറുസലേമിൽ വന്ന ഈശ്വരന്റെ ശക്തി പറഞ്ഞു, ഐ ആം സൺ ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞു. ദൈവമാണ് എന്ന് പറഞ്ഞില്ല. അറേബ്യയിൽ വന്ന പ്രവാചകൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞു. സർവശക്തനായിട്ടുള്ള ദൈവം അള്ളാഹു വേറെ ഉണ്ട്. സർവശക്തനാണ്, ഒംനിപ്രസന്റ്, ഒംനിപൊട്ടന്റ്, ഒംനിഷ്യന്റ്, സർവജ്ഞൻ, സർവത്ര നിറഞ്ഞവൻ, സർവശക്തൻ. അത് ഈശ്വരൻ മാത്രം. പക്ഷേ ഭാരതത്തിൽ അവതരിച്ച ശ്രീരാമചന്ദ്ര മഹാപ്രഭു പറഞ്ഞു, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, അഭയം സർവഭൂതേഭ്യോ എന്ന് മുളയ്ക്ക് നോക്കാം. അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതദ്വ്രതം മമ. ശ്രീരാമചന്ദ്രനാ പറഞ്ഞത്. എപ്പോ പറഞ്ഞു ശ്രീരാമചന്ദ്രന്റെ വിഭീഷണ ശരണാഗതി എന്നുള്ളൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിലാണ് ശ്രീരാമചന്ദ്രൻ അത് പറഞ്ഞത്. വിഭീഷണൻ വരാ ലങ്കയിൽ നിന്ന് രാവണനോട് പറഞ്ഞു, ഈ ദുസ്വഭാവം ഉപേക്ഷിക്കുക. രാമൻ അഹൈതുക കൃപാസിന്ധുവാണ്, ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന കാരുണ്യമൂർത്തിയാണ്. തെറ്റേറ്റ് പറഞ്ഞ സീതയെ കൊടുത്ത് രാവണന്റെ അനുഗ്രഹം വാങ്ങി സ്വയം ആത്മനാശത്തിൽ നിന്നും വംശനാശത്തിൽ നിന്നും മുക്തനാവുക എന്ന് വിഭീഷണൻ പറഞ്ഞു. അനിയനാണെങ്കിലും ഏട്ടനോട് പറയേണ്ട സന്ദർഭത്തിൽ പറയാണെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രഹാസം എടുക്കുക ചെയ്തത്. അനിയനായതുകൊണ്ട് നിന്നെ കൊല്ലുന്നില്ല, എൻ്റെ മുന്നിൽ ഇനി നീ നിന്നാൽ നിന്നെ ഞാൻ വെട്ടിക്കൊല്ലുന്നു പറഞ്ഞു. അദ്ദേഹം തൻ്റെ ഇഷ്ടപ്പെട്ട ചില മന്ത്രിമാരോടുകൂടി ശ്രീലങ്ക വിട്ടു. ഇന്നത്തെ ശ്രീലങ്കയാണോ അന്നത്തെ ശ്രീലങ്ക എന്നൊന്നും എനിക്കറിയില്ല. ഇനി അന്നത്തെ രാമന്റെ അനുയായികളുണ്ടോ അവിടെ, അതോ രാക്ഷസന്മാരുടെ അനുയായികളുണ്ടോ അവിടെ, അത് നിശ്ചയമില്ല. അദ്ദേഹം വന്നു. അപ്പോൾ ഭഗവാൻ തമ്പടിച്ചിരിക്കുക സമുദ്രതീരത്ത്. ആകാശത്തിൽ നിന്ന് വിഭീഷണനും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും കൂടി ഭഗവാനെ സ്തുതിക്കുകയാണ് ആകാശത്തിൽ നിന്നിട്ട്. വാനരന്മാര് കണ്ടു. പറഞ്ഞു വിഭീഷണൻ, ഞാൻ രാവണന്റെ അനിയനാണ്, ശ്രീരാമനെ ശരണം പ്രാപിക്കാൻ വന്നതാണ്, എന്നെ സ്വീകരിക്കണം എന്ന് പറയാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അത് പറഞ്ഞപ്പോൾ ചർച്ചയ്ക്കെടുക്കണ്ടേ? ശ്രീരാമൻ ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചാൽ പോരല്ലോ. ശ്രീരാമൻ തൻ്റെ കപി സൈന്യത്തെ വിളിച്ചു വരുത്തി ഓരോരുത്തർക്കും അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു. ആരും വിഭീഷണനെ എടുക്കാം എന്നുള്ളൊരഭിപ്രായമൊന്നും പറഞ്ഞില്ല.
പ്രധാനിയായിട്ടുള്ള സുഗ്രീവൻ പറഞ്ഞു, ഈ രാക്ഷസന്മാരെ വിശ്വസിച്ചേക്കരുത്, ഇവര് മായാരൂപികളാണ്, എപ്പോൾ വേണമെങ്കിൽ അവർ കാപട്യവും വഞ്ചനയുമായിട്ട് നമ്മെ പിന്നിൽ നിന്ന് കുത്തും. അതുകൊണ്ട് വിശ്വസിച്ച് ഇവരെ എടുക്കരുത്. തവാസ്മീതി ച യാചതേ, ഭഗവാനെ ഞാൻ അവിടുത്തെ ആളാണ് എന്ന് പറഞ്ഞു. അവൻ ആരായാലും അവന്റെ പൂർവകർമ്മങ്ങൾ നോക്കാതെ, അവന്റെ പാപഭാരത്തെ പറ്റി ചിന്തിക്കാതെ, അവൻ ചെയ്ത ദുഷ്കർമ്മങ്ങളെ പറ്റി കൂട്ടിക്കഴിച്ച് നോക്കാതെ, അവൻ ആരായാലും അഭയം സർവഭൂതേഭ്യഃ, അവൻ ദുഷ്ടനായിക്കോട്ടെ, അവൻ രാക്ഷസനാവട്ടെ, അവൻ മനുഷ്യനാവട്ടെ, അവൻ കൊരഞ്ഞനാവട്ടെ, അവനൊരു സിംഹമാവട്ടെ, കരടിയാവട്ടെ, ഇനി അവനൊരു പക്ഷിയാവട്ടെ, ഒരു ജലജന്തുവാവട്ടെ, ഇനി അതൊന്നല്ല, സംസാരിക്കാൻ വയ്യാത്ത വല്ല മരങ്ങളോ ചില വള്ളികളോ ആവട്ടെ, എന്നെ ശരണം പ്രാപിച്ചാൽ, എന്റെ ആളാണ് എന്നും പറഞ്ഞ് സ്വീകരിക്കണമേ എന്ന് എന്നോട് പ്രാർത്ഥിച്ചാൽ, അഭയം സർവഭൂതേഭ്യഃ, അവർക്ക് ആരെന്ന് നോക്കാതെ അഭയം കൊടുക്കുന്നവനാണ് ഞാൻ. ദദാമി ഏതദ്വ്രതം മമ, ഇതെന്റെ വ്രതമാണെന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു പറഞ്ഞത്. ശ്രീരാമനെ പറ്റി പറയുമ്പോൾ പലരും ശ്രീരാമനെ പറ്റി ഇന്നും ആക്ഷേപങ്ങളൊക്കെ പറയുന്നുണ്ട്. ശ്രീരാമനെ പറ്റി പറയാൻ ആർക്കാ അവകാശമുള്ളത്? ശ്രീരാമനെ പറ്റി ശ്രീരാമൻ തന്നെ എന്താ പറഞ്ഞത്? വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ പറഞ്ഞത് വാൽമീകി കുറിച്ചിട്ടിട്ടുണ്ട്. അമ്മ കൈകേയി, രാമന് 3 അമ്മമാരാ, ഒരമ്മയല്ല. കൈകേയി രാമന് അമ്മ തന്നെ. ആ അമ്മ കാട്ടിലേക്ക് രാമനെ പറഞ്ഞയക്കാൻ തുനിഞ്ഞപ്പോൾ കൈകേയിക്കൊരു സംശയം, ഇനി ജനങ്ങളുടെയൊക്കെ സ്തുതിയിൽ വീണ് രാമൻ തന്നെയും ഭരതനെയും ഒക്കെ കാരാഗൃഹത്തിലിട്ട്, ദശരഥനെയും കാരാഗൃഹത്തിലിട്ട് രാജ്യം ഭരിക്കുമോ? അമ്മ കൈകേയിയോട് പറഞ്ഞു, ശ്രീരാമൻ, എനിക്ക് ആ ശ്ലോകം മുഴുവൻ ഓർമ്മ വന്നില്ല, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്, ഞാനൊരു സുഖമാവസ്തുമുത്സഹേ, ഞാനൊരു സാധാരണ മനുഷ്യരെ പോലെ ലൗകിക സുഖത്തിൽ ഭ്രമിച്ചുകൊണ്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്വാർത്ഥിയല്ല അമ്മേ. വിദ്ധിമാം ഋഷിഭിസ്തുല്യം, ഋഷീശ്വരന്മാർക്ക് തുല്യനാണ് ഞാനെന്ന് മനസ്സിലാക്കുക. രാമം തൻ്റെ മഹത്വത്തെ രാമൻ തന്നെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് തോന്നാം, ഈ സ്വന്തം ആരും, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, നമ്മളൊക്കെ മറ്റുള്ളവരുടെ കുറ്റം പറയും, സ്വന്തം കുറ്റം വരുമ്പോൾ അത് സമ്മതിക്കാൻ തയ്യാറാവില്ല. ഇത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. നമ്മളെല്ലാവരുടെയാണ്. നമ്മെ വിമർശിക്കുന്നത് നമുക്കാർക്കും ഇഷ്ടമല്ല. വിമർശിക്കുന്ന അപ്രിയസ്യജ ധർമ്മസ്യ വക്താ ശ്രോതാച ദുർലഭ, അപ്രിയസ്യജ സത്യസ്യ വക്താ ശ്രോതാച ദുർലഭ. ഇഷ്ടമല്ലാത്തത് മുഖത്ത് നോക്കി പറയുന്നവനും അതുപോലെ തന്നെ അത് മുഖത്തിനൊരു ഭാവമാറ്റം ഇല്ലാതെ കേൾക്കുന്നവനും വളരെ ദുർലഭമായിരിക്കും എന്നാ പറയാ. ലോകത്തിൻ്റെ സ്വഭാവമാണ്. എല്ലാവരെയും പോലെ രാമനും തൻ്റെ ദോഷങ്ങളൊക്കെ മറച്ചു വെച്ച് പറയുകയാണോ എന്ന് നമുക്ക് നോക്കാം. രാമന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാ ലക്ഷ്മണൻ. ഈ രാമായണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാമസ്യ അയനം രാമായണം അല്ലെ, രാമന്റെ അയനമാണ് രാമായണം. അയനം എന്ന് പറഞ്ഞാൽ രാമൻ പോയ വഴി, രാമന്റെ മാർഗം.
മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ രാമായാഹ അയനം. രാമ ആരാ? സീത. സീത പോയ വഴി. ഈ വഴി കൂടെയൊക്കെ പോയാൽ നമുക്ക് രാമായണം മനസ്സിലാക്കാം. അത് മാത്രമാണോ രാമായണം? അല്ല. രാമന്റെ സഹോദരന്മാര് അവര് പോയ വഴി. രാമായണത്തിൽ ആരാ അധികം തിളങ്ങി നിൽക്കുന്നത് എന്ന് നമുക്ക് സംശയമാവും. രാമൻ കാട്ടിൽ പോയി ത്യാഗമാണ് ചെയ്തത്. പക്ഷെ ലക്ഷ്മണൻ എന്തിനാ കാട്ടിൽ പോയത്? ലക്ഷ്മണനോട് പോവാൻ പറഞ്ഞിട്ടില്ല. ലക്ഷ്മണൻ പോയി കാട്ടില്. ഭരതനും ശത്രുഘ്നനും കാട്ടിൽ പോയില്ലെങ്കിലും കാട്ടിലുള്ളതിനേക്കാൾ കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിച്ച് നാട്ടിൽ ജീവിച്ചു. എന്തിനു ചെയ്തു? ഗോമൂത്രയാവകം ശ്രുത്വാ ഭ്രാതരം വൽക്കലാംബരം മഹാകാരുണികോതപ്യത്ര ജടിലം ഖണ്ഡിലേശയം. ജടിലനായിരുന്നു. ജടിലൻ എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് സോപ്പ് എണ്ണയൊന്നും തേച്ച് കുളിക്കാറില്ല എന്നർത്ഥം. ആകെ ജട പിടിച്ചിരുന്നു, മുടിയൊക്കെ. ഭക്ഷണം കഴിച്ചിരുന്ന എന്താന്നല്ലേ? ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചിരുന്നു. എന്താ കഴിച്ചിരുന്നത്? ഒരു പിടി യവം. നവധാന്യത്തിൽ ഒന്നാണ് യവം. എള്ള, ഗോതമ്പ് മുതലായതൊക്കെ പോലെ ഒരു ധാന്യം. അത് വേവിച്ചു. എന്തിൽ വേവിച്ചു? ഗോമൂത്രത്തിൽ വേവിച്ചു. എന്നിട്ട് എന്ത് കൂട്ടാനാ കൂട്ടിയത്? ഒരു കൂട്ടാനും കൂട്ടിയില്ല. അവിയലും സാമ്പാറും. നമ്മളിപ്പോൾ ഓരോ ദിവസവും ഉച്ചയ്ക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ നല്ല ഭക്ഷണമല്ലേ? രാവിലെ നല്ല ഇഡ്ഡലി, രാത്രി കഞ്ഞിയും പുഴുക്കും. ഒന്നും ഉണ്ടായില്ല ഭരതന്. ഒരു പിടിയവം, അതും ഗോമൂത്രത്തിൽ വേവിച്ചിട്ട്. കൂടുതൽ കഴിക്കാറില്ല. എന്നിട്ട് എവിടെ കിടന്നത്? ഖണ്ഡിലേശയം. വെറും നിലത്ത് കിടന്ന് ഒരു പായ പോലും വിരിച്ചില്ല. 14 കൊല്ലം രാമൻ കാട്ടില് പോയി. രാമൻ സീതയോട് കൂടി പോയി. സീത പറഞ്ഞു, ഭർത്താവ് ഓണോർത്തൊക്കെ ഭാര്യയ്ക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞു. ലക്ഷ്മണനും ഇല്ലൊരു ഭാര്യ. ലക്ഷ്മണന്റെ ഭാര്യയ്ക്ക് പറഞ്ഞൂടെ, ചേട്ടത്തിയ ചേട്ടൻ കൊണ്ടുപോകുമ്പോ എനിക്ക് എന്റെ ഭർത്താവിന്റെ കൂടെ പോയാൽ എന്താ തിരക്കണം, ഞാനും പോകുന്നുണ്ട്. പറഞ്ഞില്ലല്ലോ. അവിടെ ലക്ഷ്മണന്റെ പത്നിയുടെ വാക്കേ കേൾക്കുന്നില്ല. തൻ്റെ മുഖം കണ്ടാൽ ഒരു പക്ഷേ തൻ്റെ ഭർത്താവിന് ശ്രീരാമനെ സേവിക്കാൻ മനസ്സിൽ കുറച്ച് ഒരു ആഗ്രഹത്തിന് കുറവ് വന്നാലോ എന്ന് വിചാരിച്ച് ലക്ഷ്മണന്റെ പത്നി മാറി നിന്നു, രംഗത്ത് നിന്ന് മാറി നിന്നു. അപ്പൊ സീതയ്ക്കാണോ? അല്ല, ലക്ഷ്മണന്റെ പത്നിക്കാണോ മഹത്വം? രാമന്റെ പത്നിക്കാണോ? ലക്ഷ്മണന്റെ പത്നിക്കാണോ മഹത്വം? കാട്ടുപോയി, ഭർത്താവിനെ കാണാൻ നിവൃത്തില്ല. ഭരതന്റെയും ശത്രുഘ്നന്റെയും ഭാര്യമാരങ്ങനെയല്ലല്ലോ. മാണ്ഡവിയും ശ്രുതകീർത്തിയും അവരടുത്തന്നുണ്ട്. അവര് ഭർത്താക്കന്മാരുടെ അടുത്ത് പോയില്ല. നന്ദിഗ്രാമാൽ അയോധ്യയിലേക്ക് കടന്നില്ല. അയോധ്യയുടെ പുറത്തുള്ള നന്ദിഗ്രാമത്തിൽ താമസിച്ചു ഭരതനും ശത്രുഘ്നനും. 14 കൊല്ലം, 1-2 ദിവസമൊന്നുമല്ല. കല്യാണം കഴിഞ്ഞിട്ട് അധികം കാലമായിട്ടില്ല. അവർക്കുണ്ടാവില്ല ആഗ്രഹങ്ങൾ? മാണ്ഡവിയും ശ്രുതകീർത്തി അങ്ങോട്ട് പോയില്ലല്ലോ. അപ്പൊ സീതയ്ക്കാണോ, ഊർമിളയ്ക്കാണോ, മാണ്ഡവിക്കാണോ, ശ്രുതകീർത്തിക്കാണോ മഹത്വം കൂടാ? ഭരതനാണോ, ശത്രുഘ്നനാണോ, ലക്ഷ്മണനാണോ, ശ്രീരാമനാണോ രാമായണത്തിൽ മഹത്വം കൂടുതലുള്ളത്? ശ്രീരാമന് കിടക്കാനുള്ള കിടക്കയും ഇരിക്കാനുള്ള പീഠം, അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ലക്ഷ്മണൻ. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് വല്ല ഭീകരന്മാരും വന്നാലോ? അപ്പൊ രാത്രി നല്ല പട്രോളിങ് വേണം.
നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നതേ നമ്മെ മരണം തൃണവൽഗണിച്ചുകൊണ്ട് ആകാശത്തിലും സമുദ്രത്തിലും കരയിലും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈന്യം ഭാരതത്തിനുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്നേ പാകിസ്ഥാൻ ബോംബിട്ട് നശിപ്പിക്കുമായിരുന്നു അല്ലേ? അടുത്ത കാലത്ത് പടക്കോപ്പും കൊണ്ടുവന്ന് പൊട്ടിത്തെറിച്ചു. രാത്രി വരാം ഭീകരന്മാര്, ശത്രുക്കൾ. ആരാ കാവലുള്ളത്? ആ സരയൂ നദിയുടെ ഗംഗാനദിയുടെ തീരത്ത് കിടക്കുന്ന സമയത്ത് എല്ലാ അവിടെയുള്ള ഗ്രാമവാസികൾക്കൊക്കെ ഉറക്കം വന്നു. ലക്ഷ്മണന്റെ അടുത്തേക്ക് വന്നു ഈ സുന്ദരി. ആരും വേണ്ടാന്ന് പറയില്ല ഈ സുന്ദരി വന്നാലേ. ഏത് മഹാരോഗിയായാലും ഏത് കോടീശ്വരനായാലും ഏത് സാധാരണക്കാരനായാലും ഇനി സന്യാസിയായാലും വൈരാഗ്യമുള്ള സന്യാസിയായാലും ഈ സുന്ദരി വന്നാൽ നീ വരണ്ടാന്ന് പറയില്ല. ഉറക്കം, നിദ്ര എന്ന സുന്ദരി ആർക്കാ ആഗ്രഹമില്ലാത്തത്? ഒരു ദിവസം നിദ്ര എന്ന സുന്ദരി നമ്മെ പുൽകിയിട്ടില്ലെങ്കിൽ നമ്മുടെയൊക്കെ കഥ എന്തായിരിക്കും അല്ലേ? അപ്പൊ ഈ നിദ്ര എന്ന സുന്ദരി അവിടെ കിടക്കുന്ന സകല ആൾക്കാരെയും പോയി ബാധിച്ചു. ഗ്രാമീണര് മുഴുവൻ ഉറക്കായി. ലക്ഷ്മണന്റെ അടുത്ത് വന്നു. ലക്ഷ്മണൻ കോട്ടുവായി ഇട്ടു. അപ്പൊ ലക്ഷ്മണൻ നോക്കി, താൻ എന്താ കോട്ടുവായെന്ന് ഇടാൻ കാരണം? അപ്പൊ അവിടെ നിദ്രാദേവി വന്ന് നിൽക്കുന്നുണ്ട്. പറഞ്ഞു, 14 കൊല്ലം ശ്രീരാമന്റെ ദാസനാണ് ഞാൻ, അതുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. ലക്ഷ്മണന്റെ കഠിനമായിട്ടുള്ള കൽപ്പനയായിരുന്നു നിദ്രയോട്. 14 കൊല്ലം ഉറങ്ങിയില്ല ലക്ഷ്മണൻ, കാത്തുനിന്നു. രാമൻ സുഖമായിട്ട് ഉറങ്ങി, സീതയും സുഖമായിട്ട് ഉറങ്ങി. ശ്രീരാമനും സീതയും ഉറങ്ങാൻ വേണ്ടിയിട്ട് ലക്ഷ്മണൻ രാവും പകലും 24 hours ഡ്യൂട്ടി, അതും വളരെ അലർട്ടായിട്ട് ലക്ഷ്മണൻ. രാവണന്റെ മകനുണ്ടൊരുത്തൻ, ഭയങ്കരന അവൻ, ഇന്ദ്രജിത്ത് എന്നാ പേര്. അവനെ കൊല്ലാൻ ആർക്കും കഴിയില്ല. അവൻ അങ്ങനെയൊക്കെ വരം വാങ്ങിയവനാ ഇന്ദ്രജിത്ത്. അവൻ വരം വാങ്ങിയത് എന്താന്നല്ലേ? 14 കൊല്ലം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് 14 കൊല്ലം വെള്ളവും ഭക്ഷണവും ഉപേക്ഷിച്ചിട്ടുള്ളവന് മാത്രമേ എന്നെ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും? 14 കൊല്ലം ഭക്ഷണം കഴിക്കാതെ, 14 കൊല്ലം ഉറങ്ങാതെ, 14 കൊല്ലം വെള്ളം കുടിക്കാതെ ഒരാള്. അതുകൊണ്ട് ശ്രീരാമന് കൊല്ലാൻ പറ്റിയില്ല. ഭയങ്കരനവൻ. അവന്റെ മായാപ്രയോഗം കൊണ്ട് ശ്രീരാമനടക്കം സകലരെയും മയക്കി വീഴ്ത്തി. 2-3 പേര് മാത്രമേ ആ മയക്കത്തിൽ രക്ഷപ്പെട്ടുള്ളൂ. ഒന്ന് വയസ്സൻ ജാംബവാൻ, പിന്നൊന്ന് നമ്മുടെ ഹനുമാൻ സ്വാമി. പിന്നെ ഹനുമാൻ സ്വാമി ആ ജാംബവാന്റെ നിർദ്ദേശപ്രകാരം ആ 3 കരണികൾ, അമൃതകരണി, ഇതൊക്കെ ശല്യകരണി, എന്തൊക്കെ ആ വിശേഷപ്പെട്ട മൃത്യുഞ്ജയ ചെടികൾ കൊണ്ടുവന്ന് അതിനെ മണപ്പിച്ചിട്ടാണ് അവർക്കൊക്കെ ജീവൻ കിട്ടിയതെന്ന് പ്രസിദ്ധമായിട്ടുള്ള ചരിത്രമാണ്. പക്ഷെ ഇവനെ കൊല്ലണ്ടേ? ഇവനെ ഇവനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അവസാനം ലക്ഷ്മണൻ തൻ്റെ അമ്പെടുത്തു, എന്നിട്ട് വില്ലിൽ ചേർത്തു. എന്നിട്ട് ആ വില്ലിനോട് പറയുന്നുണ്ട്, ഞാനിതൊക്കെ ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതിയതുകൊണ്ട് ശ്ലോകം മുഴുവൻ എനിക്ക് തോന്നുന്നില്ല. ഭാഗവതം പോലെ അത്ര പരിചയമില്ല രാമായണം. ലക്ഷ്മണൻ വില്ലെടുത്തിട്ട് അമ്പലത്തെടുത്ത് ഈ
ഇന്ദ്രജിത്തിന്റെ മാറിലേക്ക് അയക്കുമ്പോൾ ആ അമ്പിനോട് പറയുകയാണ്, ധർമാത്മാ സത്യസന്ധശ്ച രാമോ ദാശരഥിര്യഥി. എൻ്റെ ആരാധ്യദേവതയായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവനാണെങ്കിൽ, ശ്രീരാമചന്ദ്ര മഹാപ്രഭു സത്യവാനാണെങ്കിൽ, ശ്രീരാമചന്ദ്ര മഹാപ്രഭു യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണെങ്കിൽ, ഈ 3 ക്ലോസ് വെച്ചിട്ട് പറയാണ്, ശരൈനം ജഹി രാവണിൻ, എടാ അമ്പേ നീ പോയിട്ട് ആ ഇന്ദ്രജിത്തിന്റെ മാറ് പിളർക്ക് എന്ന് പറഞ്ഞാണ് ലക്ഷ്മണൻ അമ്പയക്കുന്നത്. ആ അമ്പ് ചെന്ന് കൊണ്ട് അവിടെ ഇന്ദ്രജിത്ത് മറിഞ്ഞു വീണു. ശ്രീരാമന് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ലക്ഷ്മണൻ ചെയ്തത്. വാൽമീകി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അവിടെ ലക്ഷ്മണന്റെ സർട്ടിഫിക്കറ്റ് എന്താ? ധർമാത്മാവാണ്, സത്യസന്ധനാണ്, യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടാത്തവനാണ്, കൂടെ എപ്പോഴും ശ്വാസത്തേക്കാൾ രാമന്റെ കൂടെ നടന്ന ലക്ഷ്മണൻ കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. രാമൻ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഞാൻ കേട്ടു. ഇനി ഇതിപ്പോ മറ്റത് രാമന്റെ അനിയൻ, മറ്റത് ആദ്യം പറഞ്ഞത് രാമൻ സ്വന്തം, അതൊക്കെ ഇപ്പൊ എങ്ങനെ ആയാലും ബന്ധുക്കളെ പറ്റിയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പരസ്യമായിട്ട് പറയുമ്പോൾ ആരും അങ്ങനെ പറയാറില്ല. നമ്മളെന്നെ പറയാറില്ല. പിന്നെ ഇപ്പോ ലക്ഷ്മണൻ പറഞ്ഞില്ലെങ്കിൽ അതിൽ തെറ്റുണ്ടോ എന്ന് വിചാരിക്കേണ്ട. ശത്രു പറയുന്നത് എന്താണെന്ന് നോക്കാം. ശത്രുക്കള് സാധാരണ ഇല്ലാത്ത കുറ്റം ആരോപിക്കല്ലേ ചെയ്യൂ. രാമന്റെ ശത്രുവാണ് മാരീചൻ. സുബാഹുവും മാരീചനും വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി ചെന്നപ്പോ അതില് രാമന്റെ ബാണം സുബാഹുവിനെ നിഗ്രഹിച്ചു, മാരീചനെ തുരത്തി. മാരീചൻ ഓടി. ഇന്നത്തെ റോക്കറ്റിനേക്കാൾ വേഗത്തിലാണ് മാരീചൻ ഓടിയത്. അതിനുള്ള കഴിവുണ്ടായിരുന്നു. ഞാനിത് പറയുമ്പോൾ തമാശ പറയല്ല, അക്ഷരാർത്ഥത്തിൽ തന്നെ പറയുന്നത്. റോക്കറ്റിനേക്കാൾ വേഗത്തിലാണ് ഓടിയത്. അതിനുള്ള കഴിവ് തപസ്സുകൊണ്ട് സമ്പാദിച്ചവരാ അവര്. ജന്മം കൊണ്ടുണ്ട്, തപസ്സുകൊണ്ടും സമ്പാദിച്ചിട്ടുണ്ട്. എവിടെയും ഗതി കിട്ടിയില്ല. അവസാനം ആ ബാണത്തെ തന്നെ ശരണം പ്രാപിച്ചു. രാമബാണത്തെ നമസ്കരിച്ചപ്പോൾ രാമബാണം അനുഗ്രഹം കൊടുത്തു, പിന്തിരിഞ്ഞുപോയി. അന്ന് മുതൽക്ക് മാരീചൻ മര്യാദക്കാരനായി. രാവണന്റെ അമ്മാമനാ മാരീചൻ, മഹാശക്തനാണ്. ഭൂതകാലം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭീകരനാണ്, ദുഷ്ടനാണ്, കൊള്ളരുതാത്തവനാ. എന്തൊക്കെ ഈ വൈസസ് നമുക്ക് ചേർക്കാൻ കൊള്ളരുതായ്മ, അത് മുഴുവൻ മാരീചന്റെ പേരിൽ എഴുതിയ ഒക്കെ ടിക്കിടാം. യെസ് 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 എന്ന് പറയാം. പക്ഷേ ഇപ്പോ മാരീചന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ അതൊക്കെ ഇന്റുമാർക്ക് ഇടണം. ഇതൊന്നുമില്ല ഇപ്പൊ മാരീചന്. ഇപ്പൊ മാരീചൻ ധർമാത്മാവാണ്, സത്യസന്ധനാണ്, ഋഷി തുല്യനാണ്, ആശ്രമവും കെട്ടിയിട്ട് തപസ്സനുഷ്ഠിക്കുന്നവനാണ്. രാവണൻ ഈ മാരീചന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മാവനെ എന്നെ ഒന്ന് സഹായിക്കണം. എന്താ മരുമകനെ നിനക്ക് വേണ്ടത് ചോദിച്ചു. അപ്പൊ രാമന്റെ ഭാര്യ സീത സുന്ദരിയാണ്, എനിക്ക് നല്ലത് മുഴുവൻ ഞാൻ എൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത്രയും നല്ലൊരു പെണ്ണ് രാമന് പറ്റിയതല്ല, അത് എനിക്ക് വേണം. അതിന് അമ്മാമനൊന്ന് സഹായിക്കണം. മാരീചൻ പറഞ്ഞു, എടാ പൊണ്ണത്തലയാ, നിന്റെ തലയിൽ ബുദ്ധി ലേശമില്ലല്ലോ, കളിമണ്ണാ നിറച്ചു വെച്ചത്. നീ രാമനാണോ എതിർക്കാൻ പോകുന്നത്? രാമൻ ഈശ്വരനാണ്, സീത ഈശ്വര ശക്തിയാണ്. നിനക്കൊരിക്കലും സീതയെ തൊടാൻ പറ്റില്ല. നിനക്ക് രാമനെ തോൽപ്പിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് നീ ഈ വൃഥോദ്യമത്തിൽ നിന്ന് പിന്തിരിയെ എന്ന് പറഞ്ഞു. അമ്മാവനത് മരുമകനോട് പറഞ്ഞു കൊടുക്കല്ലേ. അപ്പോ രാവണൻ അരയെന്ന് വാളൂരി. ഞാൻ പറഞ്ഞത് കേൾക്കാതിരുന്നാൽ, അനുസരിക്കാതിരുന്നാൽ ഞാൻ ആരാന്നറിയില്ലേ? രാവണൻ. എൻ്റെ വഴിയിൽ തടസ്സം നിൽക്കുന്നവൻ ആരായാലും ശരി, അവൻ ജീവനുള്ള തലയോടുകൂടി പിന്നെ ജീവിച്ചിരിക്കില്ല. കഴുത്ത് ഞാൻ വെട്ടും. ഒന്നുകിൽ ഞാൻ പറഞ്ഞത് കേൾക്കണം, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവണം. അപ്പോ മാരീചൻ പറഞ്ഞു, മരിക്കുകയാണെങ്കിൽ നിന്റെ കൈകൊണ്ട് വേണ്ട, രാമന്റെ കൈകൊണ്ട് മരിക്കുക നല്ലത്. പിന്നെ രാമനെ പറ്റി എനിക്ക് അറിവുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മാരീചൻ പറയുകയാണ്, രാമോ വിഗ്രഹവാൻ ധർമ്മ. നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും, രാമോ വിഗ്രഹവാൻ ധർമ്മ. എനിക്ക് ആ ശ്ലോകം മുഴുവൻ ഓർമ്മ വന്നില്ല. സാധു സത്യപരാക്രമ. ഉത്തരാർത്ഥം എനിക്ക് ഓർമ്മയില്ല. രാമൻ ധർമ്മത്തിന്റെ രൂപമാണ്, സാധുഹു സജ്ജനമാണ്, സത്യപരാക്രമ. പരാക്രമമുണ്ടെങ്കിലും വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടാത്തവനാണ്, ആരാലും അജയ്യനാണ്. ഇങ്ങനെ ഒരു ശത്രു സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് ശ്രീരാമനെ. അതുകൊണ്ടാണ് വാൽമീകി തൻ്റെ രാമായണം ആരംഭിക്കുന്ന സമയത്ത് ശ്രീരാമന്റെ ഗുണഗണങ്ങൾ പറയുന്നുണ്ട്. കോന്വസ്മിൻ സമ്പ്രദം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച. പിന്നെ 32 ഗുണങ്ങൾ തികഞ്ഞവൻ ആരാന്നാ ചോദിക്കുന്നത്. ആ ഗുണങ്ങളൊക്കെ തികഞ്ഞ രാമൻ മര്യാദ പുരുഷോത്തമൻ. നമ്മളൊന്ന് മനസ്സിലാക്കണം, ശ്രീരാമൻ ഭാരതത്തിലാണ് ജനിച്ചത്. യൂറോപ്പിൽ പോയി ജനിച്ചില്ല, അമേരിക്കയിൽ പോയി ജനിച്ചില്ല, ന്യൂസിലൻഡിലോ ഇംഗ്ലണ്ടിലോ പോയി ജനിച്ചില്ല. അവിടെ പോയി ജനിക്കാമായിരുന്നില്ലേ? ശ്രീരാമന് കഴിവില്ലായിരുന്നു. ശ്രീരാമൻ ഞാൻ ഈശ്വരനാണ് എന്ന് പറഞ്ഞു. ഒരു വ്യക്തിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതല്ല നമ്മുടെ ധർമ്മം. ശ്രീബുദ്ധനിൽ നിന്ന് ബുദ്ധമതമുണ്ടായി, മഹാവീരനിൽ നിന്ന് ജൈനമതമുണ്ടായി, യേശുവിൽ നിന്ന് ക്രിസ്തുമതമുണ്ടായി, മുഹമ്മദ് നബിക്ക് ശേഷം ഇസ്ലാം മതമുണ്ടായി. ഇതൊക്കെ ഓരോ വ്യക്തികളുടെ ദർശനത്തിന് ശേഷം ഉണ്ടായത്. എങ്കിൽ ശ്രീരാമന്റെ അവതാരത്തിന് ശേഷമല്ല നമ്മുടെ ഹിന്ദുമതം ഉണ്ടായത്. അല്ലെങ്കിൽ ഹിന്ദുമതം എന്നൊരു മതം ഇല്ല. മറ്റുള്ള മതങ്ങളെപ്പോലൊരു മതം അല്ല ഇത്. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം. ആരുടെ അഭിപ്രായം? അതിൻ്റെ സ്ഥാപകരുടെ അഭിപ്രായം. അപ്പൊ ഇതാരാ സ്ഥാപിച്ചത്? ഇത് അപൗരുഷേയമാണ്. ഇതാരും സ്ഥാപിച്ചതല്ല, ഇതുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് സനാതനധർമ്മം എന്ന് പറയുന്നത്. ഓരോ കാലത്ത് ഓരോ ദേശത്ത് ആവശ്യത്തിനനുസരിച്ച് രൂപം സ്വീകരിച്ച് ഈശ്വരൻ വരുന്നു. അവതാരാഹി അസംഖ്യയാഹ, ഇൻയൂമറബിൾ ആണ് അവതാരങ്ങൾ, അനന്തം. ശ്രീരാമനും ശ്രീകൃഷ്ണനും മാത്രമൊന്നുമല്ല, അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഭാരതത്തിൽ. നമ്മൾ ഭാരതത്തിൽ ജനിച്ചവരാ, ഇന്ത്യയിൽ ജനിച്ചവരല്ല. ഭാരതത്തിന്റെ കയ്യും കാലും ഒക്കെ മുറിഞ്ഞു പോയിപ്പോ. കുറെ പാകിസ്ഥാൻ എന്നും പറഞ്ഞ അങ്ങോട്ട് കൊണ്ടുപോയി, കുറെ ബംഗ്ലാദേശ് എന്നും പറഞ്ഞ അവിടേക്ക് കൊണ്ടുപോയി, പിന്നെ ഒരു വാല ബർമ എന്ന് പറഞ്ഞിട്ട് പോയി, പിന്നെ കുറെ ഭാഗം ശ്രീലങ്ക എന്ന് പറഞ്ഞിട്ട് പോയി. ഇതൊക്കെ ഭാരതം തന്നെയാണ്. ആ ഭാരതത്തിന്റെ ഒരുപാട് ഭാഗം പോയി. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് കലിയുടെ ശക്തിയാണ്. പക്ഷെ കലി അങ്ങ് അഹങ്കരിച്ച് അവൻ മുഴുവൻ അങ്ങ് കയറി ഭരിക്കാൻ തുടങ്ങുമ്പോൾ അപ്പൊരവതാരം വരും. നിർത്തടാ, നിനക്ക് അധികാരമൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ നീ വല്ലാതെ കയറി വിലസണ്ടാന്ന് പറഞ്ഞു. കലിയിലും ഉണ്ട് ഭഗവാന്റെ അവതാരം. അറിഞ്ഞവരറിയും.
ശ്രീരാമചന്ദ്രൻ മഹാപ്രഭു പറഞ്ഞു, അഭയം സർവഭൂതേഭ്യഃ അഭയം സർവദേഹിഭ്യഃ ദദാമ്യേതദ്വ്രതം മമ. ഞാൻ എല്ലാവർക്കും അഭയം കൊടുക്കുന്നു, ഇതെന്റെ വ്രതമാണ് എന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണൻ എന്ത് പറഞ്ഞു? അടുത്ത അവതാരം, പൂർണ്ണാവതാരം, പരിപൂർണ തമകൃഷ്ണ. ശ്രീകൃഷ്ണൻ പറഞ്ഞു, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യഃ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഇതൊന്നും ഈ ആർഷ മന്ത്രങ്ങളൊന്നും വ്യാഖ്യാനിക്കാനുള്ള പാണ്ഡിത്യോ കഴിവോ യോഗ്യതയൊന്നും എനിക്കില്ല. വേദവ്യാസന്റെ വാക്കുകൾ എവിടെ? നമ്മുടെയൊക്കെ കൊള്ളരുതായ എവിടെ? പക്ഷെ നമ്മുടെ കഴിവ് പോലെ, എൻ്റെ കഴിവ് പോലെ ഞാൻ പറയുന്നു എന്നുള്ളൂ. മുഴുവനൊന്നും മനസ്സിലാക്കാനുള്ള കഴിവോ വ്യാഖ്യാനിക്കാനുള്ള കഴിവോ അറിയാനുള്ള കഴിവോ ഒന്നും നമുക്കില്ല. എങ്കിലും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഗീതയിൽ, സർവധർമാൻ പരിത്യജ്യ അർജുന, നീ എല്ലാം ഉപേക്ഷിക്കുക, മാമേകം ശരണം വ്രജ, എന്നെ മാത്രം നിനയ്ക്കുക. മദ്യാജി മദർത്ഥം കർമ്മകൗന്ദേയ ത്യക്തസംഗ സമാചരഃ. നീ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചോ, അത് സാധിക്കുന്നില്ലെങ്കിലോ? നീ എപ്പോഴും എന്നെ വിചാരിച്ചോ, അതും സാധിക്കുന്നില്ലെങ്കിലോ? എപ്പോഴും എൻ്റെ നാമം ജപിച്ചോ, അതും സാധിക്കുന്നില്ലെങ്കിലോ? എന്നാൽ രാവിലെ എഴുന്നേറ്റ ഒരിക്കലെങ്കിലും എൻ്റെ നാമം ജപിക്കുക, എന്നിട്ട് പറയേ ഞാൻ ഇന്ന് ചെയ്യാൻ പോണതൊക്കെ അറിഞ്ഞിട്ടായാലും അറിയാതെ ആയാലും ഭഗവാനെ അവിടുത്തെ അർപ്പണമാണ് സ്വീകരിക്കണമേന്നൊന്ന് പറയേ. അതും വയ്യെങ്കിലോ എന്നാ നീ നരകത്ത് പോയിക്കോ, അല്ലാതെ പിന്നെ എന്താണ്? ഇതിലേറെ ആർക്കാ പറയാൻ കഴിയുക? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യഃ മോക്ഷയിഷ്യാമി മാ ശുചഃ. നീ നിന്റെ വഴിക്ക് പോയിക്കോ. നിനക്ക് നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല, നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല. പക്ഷെ നീ പറഞ്ഞില്ലേ ഞാൻ കഴിവില്ലാത്തവരാണെന്ന്? ഞാൻ എൻ്റെ എല്ലാം മഹാപ്രഭു അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിച്ചു എന്ന് നീ പറഞ്ഞില്ലേ? മതി, നീ രക്ഷപ്പെട്ടു. മാ ശുചഃ, ഇനി നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല. ഇതാ കൃഷ്ണൻ പറഞ്ഞത്. മുചുകുന്ദനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന ഒരു രംഗമുണ്ട് ഭാഗവതത്തില്. മാം പ്രപന്നോ ജനകശ്ചിത് നഭൂയോരിഹതി ശോചിതും. മുചുകുന്ദ, എൻ്റെ അടുത്ത് വന്നവൻ പിന്നെ ദുഃഖിക്കാൻ അർഹതയില്ലാത്തവനാണ്. എല്ലാ അവതാരങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ അടുത്തേക്ക് വന്നോളൂ, പിന്നെ അവര് ദുഃഖമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത കാലത്ത് അവതരിച്ച് അടുത്ത ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ ശരീരം ഉപേക്ഷിച്ച മഹാത്മാവ്, 10 കൊല്ലം ആയിട്ടില്ല, 5 കൊല്ലം ആയിട്ടില്ല, ആ അവതാര വരിഷ്ഠൻ ഭഗവാൻ സത്യസായി ബാബ ഇന്നത്തെ ലോകത്തിനനുസരിച്ച് പറഞ്ഞു, സംസ്കൃതം പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം നമ്മളൊക്കെ ഭാരതീയരല്ലേ, അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും സംസ്കൃതം അറിയില്ല. നമ്മളൊക്കെ ഹിന്ദുക്കളല്ലേ, അതുകൊണ്ട് ബൈബിൾ എന്താണെന്ന് ചോദിച്ചാൽ പറയും, ഖുർആൻ പറയും, ഭാഗവത് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല, വേദം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെയാണ്. കാരണം നമ്മുടെ ഒരു പ്രധാനമന്ത്രി പറഞ്ഞു ഇത് മൃതഭാഷയാണ് എന്ന് പറഞ്ഞു, മരിച്ച ഭാഷയാണ് എന്ന്. പ്രധാനമന്ത്രി മരിച്ചുപോയി, സംസ്കൃതം മരിച്ചില്ല. വെള്ളിക്കരണ്ടി വായയിലും വെച്ച് അവതരിച്ച് സമ്പത്തിന്റെ ഉത്തുംഗശൃംഗത്തിലൂടെ ജീവിതം തുടങ്ങി ബ്രിട്ടനിൽ പോയിട്ട് വിദ്യാഭ്യാസം തിരിച്ചു അനുഭവിച്ച ആ ആംഗലേയ ദൃഷ്ടിയിലൂടെ ഭാരത സംസ്കാരത്തെ നോക്കിക്കണ്ട ആ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞു സംസ്കൃതം മൃതഭാഷയാണെന്ന്. അദ്ദേഹത്തിന്റെ ഗതികേടല്ല, ഭാരതത്തിന്റെ ഗതികേട്. പിന്നെ സംസ്കൃതം ആരും പഠിച്ചില്ല വേണ്ടതുപോലെ. അതുകൊണ്ട് സംസ്കൃതത്തിന് വല്ല കുഴപ്പമുണ്ടോ? നാരായണീയം നിങ്ങളൊക്കെ പഠിക്കണ്ട, മലയാള അക്ഷരം നോക്കിയിട്ട്.
നാണല്ലേ ഭാരതത്തിൽ ജനിച്ചിട്ട് സംസ്കൃതം വായിക്കില്ല എന്നറിയാൻ? എൻ്റെ സ്വന്തം അമ്മ എനിക്കറിയില്ല എന്ന് പറയുന്നതിന് തുല്യല്ലേ അത്? നിങ്ങളെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഭരണക്കാരുടെ കൊള്ളരുതായ അവര് ഇത് മറപ്പിച്ചു. കാരണം മെക്കാളെ പ്രഭു നോക്കി ഈ സംസ്കാരത്തെ എങ്ങനെ നശിപ്പിക്കാം എന്ന് അദ്ദേഹം വിക്ടോറിയ മഹാരാജ്ഞിക്ക് റിപ്പോർട്ട് കൊടുത്തു. ഈ ഭാരതീയ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിയില്ല, കാരണം അത് അവരുടെ രക്തത്തിൽ രൂഢമൂലമായി കിടക്കുകയാണ്. അതുകൊണ്ട് അവരുടെ വിശ്വാസം നശിപ്പിക്കണം. അവരുടെ വിശ്വാസം നശിപ്പിക്കാൻ എന്താ വേണ്ടത്? അവരുടെ ചീത്തയാണ് എന്ന് പറയുക, അതോടുകൂടി നമ്മുടെ നല്ലതാണെന്നും പറയാം. എന്നിട്ട് നമ്മുടെ ഭാഷ അവരടിച്ചേൽപ്പിക്കുക, നമ്മുടെ വേഷം അവരടിച്ചേൽപ്പിക്കുക, നമ്മുടെ ഭക്ഷണം അവരടിച്ചേൽപ്പിക്കുക. നമ്മളൊക്കെ സ്വീകരിച്ചില്ലേ അത്? എൻ്റെ മോന് മലയാളം അറിയില്ല എന്ന് പറഞ്ഞാൽ വലിയ യോഗ്യതയായിട്ട് പറയുന്ന അമ്മമാരും അച്ഛന്മാരും അല്ലേ? മുണ്ടുടുക്കാൻ അറിയില്ല, അതുകൊണ്ട് അവനിങ്ങനെ ഈ സാധനം വലിച്ചു കയറ്റിയിട്ടേ അറിയുള്ളൂ. കോണകം എന്ന് പറഞ്ഞാൽ അവജ്ഞയാണ് അല്ലേ? കോണകം എന്ന് പറഞ്ഞാൽ പരിഹസിച്ചു ചിരിക്കും. ഈ സദസ്സിൽ നിന്ന് ഇങ്ങനെ പറയണമെന്ന് ചോദിക്കും, എന്താ അതിനൊരു കുഴപ്പമുള്ളത്? കൗപീനവന്തഖലു ഭാഗ്യവന്ത. ഒരു വെറും കോണ കൊടുത്തിട്ട് ആ ആശ്രമത്തിലിരുന്ന രമണ മഹർഷിയുടെ മുമ്പിൽ വിദേശത്തു നിന്നുള്ളവര് കാൽക്കൽ വീണ് നമസ്കരിക്കാൻ വന്നില്ലേ? ഫീസൊന്നും വാങ്ങിയില്ല അദ്ദേഹം ഒന്നും ഉപദേശിക്കുകയും ചെയ്തില്ല. വന്നു കുറെ നേരം കണ്ട് നോക്കിയിരുന്നാ പോവാം. ത്യാഗം സഹിച്ചു വന്നില്ലേ? മഹത്വം അവതാര വരിഷ്ഠന്മാർ നമുക്ക് കാണിച്ചു തന്നില്ലേ? എല്ലാം ഉണ്ടായിട്ടും എല്ലാം വലിച്ചെറിഞ്ഞ് കളിയാക്കി വിദേശികള് ഹാഫ് നേക്കഡ് ഫക്കീർ. പക്ഷെ അദ്ദേഹം ഇന്നും ലോകപൂജ്യനല്ലേ മഹാത്മാഗാന്ധി? നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വം നമ്മളാ അറിയാത്തത്. ഈ സംസ്കാരം അവരെ മറപ്പിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ സംസ്കാരം നമ്മൾ മറന്നു. മുണ്ടുടുക്കാൻ അറിയാത്ത മലയാളി, ഭാരതത്തിന്റെ പൗരാണിക വേഷവിധാനമായിട്ടുള്ള കച്ചം കെട്ടാൻ അറിയാത്ത ഭാരതീയര്, കോണ കൊടുക്കാത്ത ഈ ഭാരതീയര് കഴുത്തിൽ കോണകം കെട്ടി നാണില്ലാതെ നടത്തും. സംസ്കാരത്തെ നശിപ്പിച്ചു. സംസ്കൃതം അറിയാത്തവൻ ഇംഗ്ലീഷ് സുഖായിട്ട് പറയും. മൈ ബോയ് ഈസ് ഫ്ലുവൻ്റ്ലി സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. പക്ഷെ മലയാളം ശരിക്കറിയില്ല. സംസ്കാരത്തെ നശിപ്പിച്ചു. അതിനെ ഉണർത്താനാണ് ഈ മഹാത്മാക്കൾ വന്നിട്ടുള്ളത്. അതിനെ ഉണർത്താനാണ് ശങ്കരാചാര്യർ വന്നത്. അതിനെ ഉണർത്താനാണ് ശ്രീനാരായണ ഗുരു വന്നത്. അതിനെ ഉണർത്താനാണ് ചട്ടമ്പി സ്വാമികൾ വന്നത്. അതിനെ ഉണർത്താനാണ് മഹാത്മാഗാന്ധി വന്നത്. ആ സംസ്കാരത്തെ ഉണർത്താൻ വേണ്ടിയാണ് ഈ നിലയ്ക്കാത്ത പ്രവാഹം. ഈശ്വര മന്ത്രദ്രഷ്ടാക്കളായിട്ടുള്ള മഹർഷീശ്വരന്മാരുടെയും അതുപോലെ തന്നെ അവതാരങ്ങളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്നത് അതിനാണ്. ഞാൻ ആദ്യം പള്ളിക്കാവില് അമൃതാനന്ദമയിയുടെ ആശ്രമത്തിലേക്ക് പോകുമ്പോൾ അന്ന് റോഡൊന്നും വന്നിട്ടില്ല. അപ്പൊ തോണിയിൽ പോകണം. പോയിട്ട് അവിടെ ഇറങ്ങി നടക്കുന്ന ആശ്രമത്തിലേക്ക് നടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരാളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആശ്രമത്തിലെ അന്തേവാസിയാണോ ആദ്യം വരികയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞതാ, ഞാൻ കുഷ്ഠരോഗിയായിരുന്നു. എൻ്റെ ശരീരത്തിൽ നിന്ന് ചലം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭാവാവേശത്തിൽ അമ്മ വന്ന് എൻ്റെ ശരീരത്തിലെ ചലം നക്കി 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 കുടിച്ച് രോഗം മാറ്റിയതാണ്.
ആ വ്യക്തി എന്നോട് പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ അവതരിച്ച മഹാത്മാക്കളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇന്നുണ്ട് മഹാത്മാക്കള്, കാണാനുള്ള കണ്ണ് വേണം. ഇപ്പോഴും ഉണ്ട്. നമ്മൾ കാണണം, അറിയണം. ഭക്തിയാണ് വേണ്ടത്. കാരണം ഈ കലികാലത്ത് അതേ നടക്കൂ. അതുകൊണ്ടാണ്. മണ്ടൻ കഥയൊന്നുമല്ല ഭാഗവതം. കേട്ടിട്ട് സഹിക്കാൻ സാധിക്കില്ല എന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എത്ര പ്രാവശ്യ മണ്ടൻ കഥ മണ്ടൻ കഥ മണ്ടൻ കഥ എന്ന് പറഞ്ഞത്? കൃഷ്ണന്റെ കഥ മണ്ടൻ കഥയാണോ? ശ്രീരാമന്റെ കഥ മണ്ടൻ കഥയാണോ? പറയുന്നവൻ മണ്ടൻ എന്നല്ലാതെ എന്താ? 400 കൊല്ലം മുമ്പാണെങ്കിലും നാരായണീയം കൊണ്ട് 100 ദിവസം ഉപാസിച്ച് രോഗം മാറിയതിന്റെ സാക്ഷ്യമല്ലേ ശ്രീമന്നാരായണീയം? അതുകൊണ്ടല്ലേ നിങ്ങളിരുന്ന് വായിക്കുന്നത്? എത്ര പേർക്ക് അനുഭവമാണിത്? ഓരോ ക്ഷേത്രങ്ങളും ഓരോ സ്റ്റോർ ഹൗസ് ഓഫ് എനർജിയാണ്. നമ്മൾ ചെയ്യുന്ന ഹോമൊന്നും വെറുതല്ല. ഇതാ ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തക സ്വാമി രാമ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ പറ്റിയിട്ട് പണ്ഡിറ്റ് രാജ്മണി ടിഗുണൈറ്റ്, അദ്ദേഹം വിദേശത്തൊക്കെ പോയി പഠിച്ച ആളാ. DC ബുക്സ് ഇറക്കിയ പുസ്തക സ്വാമി രാമ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ആളാ. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഈ പുസ്തകം കിട്ടും. നിങ്ങളൊന്ന് വാങ്ങി വായിച്ചു നോക്കണം. ഓട്ടോബയോഗ്രാഫി ഓഫ് എ യോഗി, പരമഹംസ യോഗാനന്ദന്റെ ജീവചരിത്രം വായിക്കണം. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ തത്വങ്ങൾ വായിക്കണം. വിവേകാനന്ദന്റെ 6-7 വോള്യങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ വായിക്കണം. ഇതൊന്നും വായിക്കാതെ മണ്ടൻ കഥ വായിച്ച് മണ്ടന്മാരായിരുന്നിട്ട് ഈ അമൃത കഥകളെ മണ്ടൻ കഥ എന്ന് പറഞ്ഞാൽ അവരുടെ മണ്ടത്തരത്തെ പറ്റി നമുക്ക് എന്താ പറയാനുള്ളത്? കഷ്ടം. അവരോട് നമുക്ക് അതേ പറയാനുള്ളൂ, കഷ്ടം. തൊലച്ചു കളയുന്നുവല്ലോ ഇവര്. ഒരു സന്യാസി എങ്ങനെ ആയിരിക്കണം എന്നതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ നാരായണീയത്തിലേക്ക് കടക്കുകയാണ്. മഹാത്മാക്കള് നമ്മൾ കുറെ പേരെയൊക്കെ സ്മരിച്ചു. ഇതുപോലെ അനവധി മഹാത്മാക്കളുടെ പാരമ്പര്യം ഭാരതത്തിനുണ്ട്. ഇവരുടെ നിരന്തരമായിട്ടുള്ള ഒഴുക്കാണ് ഭൂമിയെ നശിപ്പിക്കാതെ നിലനിർത്തുന്നത്. ഇത്രയ്ക്ക് അധർമ്മം ഉണ്ടായിട്ടും ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള ഈ കേരളത്തിലാണ് ഏറ്റവും അധികം മൃഗങ്ങളെ കൊല്ലുന്നത്, പശുക്കളെ കൊല്ലുന്നത്. വളരെ സങ്കടത്തോടു കൂടി അല്ലാതെ പറയാൻ വയ്യ. പണ്ടൊക്കെ നമ്മൾ ഹിന്ദുക്കള് മാംസവും മത്സ്യമൊക്കെ കഴിക്കൽ കുറവായിരുന്നു. കഴിക്കുന്നവര് തന്നെ ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ ഒക്കെ കഴിച്ചിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ വീടൊക്കെ വൃത്തിയാക്കുമായിരുന്നു. അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാം ഈ വിഷപ്പാത്രത്തിൽ കൊണ്ടുപോയി വെച്ചിരിക്കുക. എന്നിട്ട് അതിനെടുത്ത് ചൂടാക്കി തിന്നുന്ന കാലം വന്നു. കൊല്ലുന്നവര് പശുവിന്റെ തലക്കടിച്ചിട്ടും പശുവിനെ ഇഞ്ചിഞ്ചായിട്ടും കൊല്ലുന്നവൻ ഇതര മതത്തിലുള്ളവരാണെങ്കിലും ഇന്ന് 75% വരുന്ന ഈ ഹിന്ദുക്കളാണ് തിന്നുന്നവരധികവും. ധാരാളം ഹിന്ദുക്കൾ തിന്നുന്നവരുണ്ട്. എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബ്രാഹ്മണരടക്കം. ഇത് പറയാനില്ലല്ലോ. ഇങ്ങനെയുള്ളൊരു കാലത്ത്, ധർമ്മം ഇത്രയും അധപ്പതിച്ച കാലത്ത്, അപ്പോഴാണ് നാരായണീയത്തിൻ്റെ ഒക്കെ ആവശ്യം. അതുകൊണ്ടാണ് ഇവിടെ നാരായണീയ സത്രം നടക്കുന്നത്. അതുകൊണ്ടാണ് ഭാഗവത സത്രം നടക്കുന്നത്. അതുകൊണ്ടാണ് ഹോമങ്ങളൊന്നും വെറും കൊണ്ടുപോയിട്ട് തീയിൽ നശിപ്പിച്ച് കളയുകയല്ല. ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കറിയാം ഹോമത്തിന്റെ തത്വം എന്താണെന്ന്, അഗ്നി എന്താണെന്ന് മനസ്സിലാക്കാം, സന്യാസം എന്താണെന്ന് മനസ്സിലാക്കാം, നമ്മുടെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കാം. വായിക്കണം അങ്ങനെയുള്ള പുസ്തകങ്ങൾ. ഈ എലിവിഷം കാണുന്നത് ഒഴിവാക്കണം.
വിഷപ്പെട്ടിണ്ടല്ലോ എല്ലാവരുടെയും വീട്ടില്. സീരിയൽ തീർത്തും ഒഴിവാക്കണം. അതിന്റെ മുമ്പിൽ ഇരിക്കുന്നത് വിഡ്ഢികളായിട്ടുള്ള ഹിന്ദുക്കൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. മറ്റവർ അഭിനയിക്കുന്നുണ്ടാവും, പക്ഷെ അവരുടെ ആൾക്കാർ കാണാൻ പറ്റില്ല. മറ്റേ അഭിനയിക്കുന്നത് പണം കിട്ടാനാണ്. നമ്മളാണ് അതിൻ്റെ മുന്നിലിരുന്ന് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത്. അത് ഒഴിവാക്കണം. ഒഴിവാക്കിയ കുടുംബം നന്നാവും, കുട്ടികൾ നന്നാവും, വീട് നന്നാവും, നാട് നന്നാവും. ടി വിക്ക് ദോഷമൊന്നുമില്ല, പക്ഷെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. 100 ദശകങ്ങളിലായിട്ടാണ് ഭഗവാൻ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇതെങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും നിങ്ങൾ. അദ്ദേഹം ഭഗവാനായതുകൊണ്ട് തന്നെ. ശ്രീകൃഷ്ണന്റെ കൂടെ കുറച്ചു മുമ്പ് അവതരിച്ച് ശ്രീകൃഷ്ണൻ പോകുന്നതിന് മുമ്പ് കുറച്ചു മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് ശരീരത്തെ ഉപേക്ഷിച്ചു പോയ ഭഗവാൻ ബലരാമസ്വാമിയുടെ അവതാരമാണ് ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എന്ന് അറിവുള്ള പലരും പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഭഗവാൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം ഒരുപാട് ഗുണങ്ങളുള്ളവനായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു. ബാല്യകാലത്ത് തന്നെ വേദം മുഴുവൻ ഹൃദിസ്ഥമാക്കിയിരുന്നു, നിമിഷകവിയായിരുന്നു. പക്ഷെ അദ്ദേഹം രോഗഗ്രസ്തനായത് പ്രാരബ്ധം കൊണ്ടല്ല, ഗുരുനാഥന്റെ രോഗം ദാനമായിട്ട് വാങ്ങുക ചെയ്തത്. അങ്ങനെ ശരീരം മുഴുവൻ വീർത്തു വന്നു, സന്ധിബന്ധങ്ങളൊക്കെ വലിഞ്ഞു മുറുകി, വല്ലാത്ത വിഷമവും വേദനയും യാതനയും. ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി അവിടെ തണുത്ത വെള്ളത്തിൽ കുളിച്ചു എന്നല്ല, കുളിപ്പിച്ചു എന്നാ പറയേണ്ടത്. നാരായണ ദ്വിജേന്ദ്രനെ മാതൃദത്ത ദ്വിജേന്ദ്രൻ കുളിപ്പിച്ചു. മാതൃദത്തന്റെ പേരായിട്ടൊരു സഹോദരൻ അനിയന്റെ. ഈ മാതൃദത്തനാണ് നാരായണിയൊക്കെ എഴുതിയെടുത്തത്. അദ്ദേഹത്തിന്റെ നാവ് കുഴഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത ഒരവസ്ഥയായിരുന്നു. ഈ മാതൃദത്തനാണ് കുളിപ്പിച്ചതും. പരസഹായം ഇല്ലാതെ മുണ്ട് പിഴിഞ്ഞ് തോർത്താൻ വയ്യ. എന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി ഒരു മാംസപിണ്ഡത്തെ ഇരുത്തുന്നത് പോലെ അവിടെ ഇരുത്തണം. മരുന്ന് എന്തായിരുന്നു? ഈ വാതരോഗത്തിന് അതിഭയങ്കരമായിട്ടുള്ള വാതരോഗം, സന്ധിബന്ധങ്ങളൊക്കെ വലിഞ്ഞു മുറുകി മുഴുവൻ നീര് വന്ന് തടിച്ച് നാവ് കുഴഞ്ഞ് കൈകാലുകൾ സ്വാധീനമില്ലാതെയായിട്ടുള്ള ഈ വാതരോഗത്തിന് എന്താ പേര് പറയേണ്ടതെന്ന് ഭിഷഗ്വരന്മാരുണ്ടെങ്കിൽ അവർ തീരുമാനിച്ചോട്ടെ, ഞാൻ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം ഗുരുവായൂരപ്പനെ സേവിച്ചു. കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ രോഗമൊക്കെ അദ്ദേഹത്തിന് മരുന്ന് എന്തായിരുന്നു? ഭഗവാൻ അഭിഷേകം ചെയ്ത വാകച്ചാർത്ത്. പിന്നെന്തായിരുന്നു? ആടിയ എണ്ണ. ഈ പച്ച എണ്ണ മേലും തേച്ച് അത് കുടിച്ച് ഈ അമ്പലക്കിണറ്റിലെ തണുത്ത വെള്ളവും കുറെ വാഹയും ഇഞ്ചയും ഒക്കെ ചേർത്ത് ആ വിഗ്രഹത്തിലൂടെ ഒഴുകി വരുന്ന വെള്ളവും കുടിച്ച് ആ വാതരോഗം മാറൂ. മരുന്നുകൊണ്ടും മന്ത്രം കൊണ്ടും മാറാത്ത വാതരോഗം മാറൂ. അദ്ദേഹം പറഞ്ഞു, ഏതേതാവദ്വയന്തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുഭവന പുരാധീശമേവ ആശ്രയാ. സ്വന്തം വാതരോഗം മാറാൻ വേണ്ടിയല്ല ഭട്ടതിരിപ്പാട് പറഞ്ഞത്. പിന്നെ ഏതേതാവദ്വയന്തു എന്നാ പറഞ്ഞത്. വയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നർത്ഥം. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെയും കൂടിയൊക്കെ അതിൽ പെടുത്തി ഭാവിയിൽ നാരായണീയം വായിക്കാൻ പോണ. ഇന്ന് രാവിലെ അമ്മമാര് വായിച്ചില്ലേ? ഇനിയിപ്പോ നിങ്ങൾ ഇനിയും വായിക്കാൻ പോണില്ലേ? ഇനി അടുത്ത തലമുറയിലേക്ക് ഇത് പകരില്ലേ? അങ്ങനെ വരാൻ പോകുന്ന തലമുറയെ കൂടി കൂട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞത് ഏതേതാവദ്വയന്തു സ്ഥിരതര മനസാ. സ്ഥിരതരമായിട്ടുള്ള, സ്ഥിരം എന്ന് പറഞ്ഞാൽ ഉറച്ചത്, സ്ഥിരതരം ഏറ്റവും ഉറച്ച മനസ്സോട് കൂടിയിട്ട്
എന്തിന് നാരായണീയം നിർമ്മിച്ചു എന്ന് ചോദിച്ചാൽ പറഞ്ഞു, വിശ്വപീഡാപഹത്യൈ. എന്റെ രോഗം മാറാനല്ല, ലോകത്തിന്റെ രോഗം മാറാനാണ്. ഭട്ടതിരിപ്പാടിന്റെ രോഗം മാറ്റാനാണ് അദ്ദേഹം നാരായണീയം എഴുതിയിരുന്നതെങ്കിൽ ഇന്നിവിടെ നാരായണീയ സത്രം നടക്കില്ലായിരുന്നു, നിങ്ങളൊന്നും നാരായണീയം വായിക്കില്ലായിരുന്നു, ഞാനും നാരായണീയം വായിക്കില്ലായിരുന്നു, ഞാൻ ഈ നാരായണീയം വായിച്ച് നടക്കുകയും ചെയ്യില്ലായിരുന്നു, ഞാനിതിനെപ്പറ്റി പ്രഭാഷണം ഉണ്ടാവുമായിരുന്നില്ല. കാരണം അദ്ദേഹം സ്വാർത്ഥിയല്ലായിരുന്നു. പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ വിശ്വപീഡാപഹത്യൈ, ലോകത്തിന്റെ പീഡയുടെ അപഹതിയാണ്. ലോകം എന്ന് പറയുമ്പോൾ മനുഷ്യര് മാത്രമല്ല, മൃഗങ്ങൾ മാത്രമല്ല, പക്ഷികളും വൃക്ഷങ്ങളും മണ്ണും കല്ലും ഉൾപ്പെട്ട ഈ യൂണിവേഴ്സ്, ഇതിനൊക്കെ ജീവന്റെ, ഈ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഈ ഉലകം, ഈ ലോകം, അതിൻ്റെ ദുഃഖത്തിന്റെ അപഹതി ഇന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അന്തരീക്ഷം ദുഷിച്ചിരിക്കുന്നു, വെള്ളം ദുഷിച്ചിരിക്കുന്നു, ഭൂമി ദുഷിച്ചിരിക്കുന്നു. എന്താ നശിക്കാത്തതുള്ളത്? സ്വാർത്ഥിയായിട്ടുള്ള മനുഷ്യൻ എല്ലാം നശിപ്പിച്ചിരിക്കുന്നു. ഇതിന് ഇതേ മാർഗമുള്ളൂ നാരായണീയം. ഭട്ടതിരിപ്പാട് അന്ന് കണ്ടുപിടിച്ച ഔഷധമാണ് ഇന്ന് ഈശ്വരന്റെ പ്രേരണ കൊണ്ട് ലോകം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ ദിവസവും 10 ദശകങ്ങളായിട്ടാണ് ഈ നാരായണീയം നിർമ്മിച്ചിട്ടുള്ളത്. 100ാമത്തെ ദിവസമായപ്പോഴേക്ക് അദ്ദേഹം രോഗമൊക്കെ മാറി. അഗ്രേ പശ്യാമി തേജഃ, ഞാനിതാ മുന്നിൽ കാണുന്നു ഒരു നീല തേജസ്, പീയൂഷാപ്ലാവിതോഹം, അമൃത സമുദ്രത്തിൽ ഞാൻ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പരമാനന്ദത്തിന്റെ തുള്ളിച്ചാടല. രോഗം മാറി. ഇത് ചരിത്രമാണ്. ഭഗവാൻ സത്യസായിബാബ പറയാറുള്ളത് ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി എന്നാണ്. HISTORY, ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി. അവിടെ ഹിസ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ H എന്ന് വേണം. ക്യാപിറ്റൽ H എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് അറിയുന്നവർക്കറിയാം, ദൈവത്തിന്റെ കഥയാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ അതാണിത്. ഇത് ദൈവത്തിന്റെ കഥയാണ്. 33-34 ദശകങ്ങളിലായിട്ടാണ് രാമായണം ഭാഗവതത്തിൽ നാരായണീയത്തിൽ വർണ്ണിക്കുന്നത്. 2 ദശകങ്ങളിലായിട്ട്, ഇതിലൊരു ദശകം ഇല്ലല്ലോ, 33ാമത്തെ ദശകത്തിലില്ല. എല്ലാ പുസ്തകം ഏതെങ്കിലും ഒന്ന് തന്നാൽ കൊള്ളാം. ഇതിൽ 34 ഉണ്ട്. ഗീർവാണൈരഥ്യമാനോ ദശമുഖനിധനം കോസലേഷ്വൃശ്യ ശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തൽഭുക്ത്യാ തൽപുരന്ധ്രീഷ്വപി തിസൃഷു ശതം സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേനാപി ശത്രുഘ്നനാംനാ. അന്നും ലോകം വളരെ കലുഷിതമായിരുന്നു. ധർമ്മം നാശത്തിന്റെ അടുത്തെത്തിയിരുന്നു. അപ്പോഴാണ് ദേവന്മാരൊക്കെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ അവതരിക്കാൻ തീരുമാനിച്ചു. പ്രധാന ഉദ്ദേശം രാവണ നിഗ്രഹം. പക്ഷെ ഭഗവാൻ ഒരു കാര്യത്തിന് വേണ്ടി വന്നാൽ ഭഗവാൻ ഒരു 100 കാര്യം ചെയ്യും, 1 കോടി കാര്യം ചെയ്യും. ഏകകാര്യാർത്ഥമാഗത്യ കോടി കാര്യം ചകാരഃ. ഒരു കാര്യത്തിന് വേണ്ടി വന്നതായിട്ടുള്ള ഭഗവാൻ 100 കാര്യം ചെയ്തു എന്നാണ് ഇതിലുണ്ട്. ഞാൻ നോക്കിയത് തെറ്റിയതാ, ഈ പുസ്തകത്തിലുണ്ട്. ഞാൻ നോക്കിയത് തെറ്റിയതാ. ഇതിലുണ്ട്. 34ാമത്തെ ദശകത്തിൽ തന്നെയാണ് രാമായണം തുടങ്ങുന്നത്. അങ്ങനെ ആ കാലത്ത്
ദശരഥന് ഈ നാരായണീയത്തിലെ കഥകളും ഭാഗവതത്തിലെ കഥകളും തമ്മിൽ കുറേ വ്യത്യാസമൊക്കെ കാണാം. ചിലർ പറയാറുണ്ട് നാരായണീയം എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൽ ചുരുക്കി എഴുതിയതാണെന്ന്. ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, എന്നാൽ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. കാരണം ചുരുക്കി എഴുതും മാത്രമല്ല നാരായണീയം ചുരുക്കി എഴുതിയതും ആണ്, എന്നാൽ അതിനെ പരത്തി എഴുതിയതും ആണ്. പരത്തി എഴുതാന്ന് പറയാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ നാരായണീയം ഭാഗവതത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ ഭാഗവതത്തിൽ ഇല്ലാത്തത് നാരായണീയത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഭട്ടതിരിപ്പാട്. ചിലതൊക്കെ സൗകര്യാർത്ഥം അതിൻ്റെ തത്വങ്ങളെ എവിടെങ്കിലുമൊക്കെ പ്രകാശിച്ച കഥകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഭാഗവതമൊന്നും വിട്ടുകളഞ്ഞിട്ടില്ല, അതിൻ്റെ തത്വങ്ങളെ എവിടെങ്കിലുമൊക്കെ പ്രകാശിപ്പിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ കഥ അതുപോലെ ഇതിൽ കണ്ടു എന്ന് വരില്ല. ഭാഗവതത്തേക്കാൾ നാരായണീയം ഒരുപടി മേധ നിൽക്കുന്നു എന്ന് പറയാൻ വയ്യെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ തരക്കേടില്ല എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ക്യാപ്സ്യൂൾ രൂപത്തിൽ തന്നിരിക്കുക. ഭാഗവതം 335 അധ്യായം, നാരായണീയം 100 ദശകം. നല്ല പരിചയമില്ലെങ്കിൽ പഞ്ചമസ്കന്ധത്തിലൊക്കെ ചെന്നാൽ കാലിടറി വീഴും. ഇത് കടപട തടയും എന്തായി പറയണത് എന്ന് ചോദിക്കും. പഞ്ചമസ്കന്ധം വായിക്കാൻ വിഷമാ ഭാഗവതത്തിൽ. അപ്പൊ അത് എല്ലാവർക്കും വായിക്കത്തക്ക വിധത്തില്. എന്നാൽ നാരായണീയം ലളിതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അധ്വാനിക്കാനും കഷ്ടപ്പെടാനും പഠിക്കാനും തയ്യാറായിട്ടുള്ളവർക്ക് വഴങ്ങുന്നതാണ് നാരായണീയം. പിന്നെ ഭാഗവതം പുരാണമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. നാരായണീയം സ്തോത്രാണ്. സ്തോത്രമാവുമ്പോൾ എവിടെ വെച്ചും ജപിക്കാം, ദോഷമില്ല. ഭാഗവതം അങ്ങനെ വയ്യ. നാരായണീയത്തിന് വിധി നിഷേധങ്ങളൊന്നുമില്ല. ഓരോ ദിവസം ഓരോ ദശകങ്ങൾ ഉണ്ടാക്കി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ നാരായണ ഭട്ടതിരിപ്പാട് 34-ാമത്തെ ദശകം 34-ാമത്തെ ദിവസം തൻ്റെ സ്തുതി ആരംഭിക്കുന്നു. ദേവന്മാര് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോ ഭൂമിയുടെ ഭാരം നശിപ്പിക്കാൻ രാവണനെ കൊല്ലാനും വേണ്ടിയിട്ട് ഭഗവാൻ അവതരിക്കാൻ തീരുമാനിച്ചു. ആ കാലത്ത് അയോധ്യ പട്ടണത്തിൽ സാകേത രാജ്യത്ത് രാജ്യം ഭരിച്ചിരുന്നത് ദശരഥന് മക്കളുണ്ടായിരുന്നില്ല. വസിഷ്ഠൻ പറഞ്ഞു ഋഷ്യശൃംഖനെ കൊണ്ടുവന്നാൽ മതി. ഋഷ്യശൃംഖനെ വിഭാണ്ഡകൻ എന്ന മഹർഷി സ്ത്രീകളെ കാണിക്കാതെ വളർത്തിയത്. സ്ത്രീ എന്താണെന്നറിയില്ല, ആകെ പുരുഷനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. യുവാവാണ്, പക്ഷെ കാമവികാരം എന്താണെന്നറിയില്ല. പിന്നെ സൂത്രത്തിലൊക്കെയാണ് കൊണ്ടുപോയത്. അതെന്തോ ആവട്ടെ. ഏതായാലും അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ ഒരു യാഗം ആരംഭിച്ചു. ദദൂഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം. അതിൽ നിന്നൊരു പായസം കിട്ടി. അത് തദ്ഭുക്ത്യാ തൽപുരന്ധൃഷ്വപി തിസൃഷു സമം ജാത ഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേനാപി ശത്രുഘ്നനംന. ആ പായസം അപ്പോൾ അടുത്ത കൗസല്യയും കൈകേയിയുമാണ് ഉണ്ടായിരുന്നത്. അത് 2 പേർക്കുമായിട്ട് കൊടുത്തു. അവർ 2 പേരും അതിൻ്റെ പകുതി, അർദ്ധാർദ്ധം 2 പേരും സുമിത്രയ്ക്ക് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ചിലർ പറയാറുണ്ട് സുമിത്രയ്ക്ക് കൊടുത്തത് കാക്ക തട്ടിക്കളഞ്ഞു. അപ്പം അത് ആരും അറിയിക്കാതെ ഇവർ 2 പേരും
അവരുടെ പകുതി കൊടുത്തു. എന്തായാലും അതിൻ്റെ ഫലമായിട്ട് കൗസല്യയ്ക്കും കൈകേയിക്കും ഓരോ പുത്രന്മാരുണ്ടായി. സുമിത്ര 2 കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് ജന്മം കൊടുത്തു. കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിതും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂഃ താതവാചാമുനി കഥിതമനുദ്വന്ദ്വശന്തധ്വഖേദ നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാത്താടകം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവ സിദ്ധാശ്രമാഖ്യം. വിശ്വാമിത്രൻ വന്നു ഒരിക്കല് 15-16 വയസ്സായിട്ടേ ഉള്ളൂ അന്ന് ശ്രീരാമചന്ദ്രന്. ഇവിടെ വലിയ കുളമല്ലേ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഗുരുവായൂരായിരുന്നു. അപ്പോൾ അന്നത്തെ വികൃതി എന്ന് പറഞ്ഞാൽ ഈ ഓടെടുത്തിട്ട്, മാറോടിൻ്റെ കഷ്ണം എടുത്തിട്ട് വെള്ളത്തിൽ എറിഞ്ഞാൽ അതിങ്ങനെ ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെ തെന്നി 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 ഒരുപാട് ദൂരം പോകും. വെള്ളത്തിൽ കൂടെയാണോ പോണത്? അതെ. എന്നാൽ വെള്ളം തൊടുന്നുണ്ടോ? ഇടയ്ക്ക് തൊടുന്നുണ്ട്. ഇതുപോലെ ഒരു ഏർപ്പാടാ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ തൻ്റെ സംഗ്രഹണ പാടവം ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഭട്ടതിരിപ്പാടിൻ്റെ നാരായണീയത്തിൽ കാണുന്നത് ഭഗവാന് 10-16 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് വിശ്വാമിത്രൻ വരുന്നു, തൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം എന്ന് പറയുന്നു. എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാമെന്ന് വാക്ക് കൊടുക്കുന്നു. വാക്ക് കൊടുത്താലേ പറയുള്ളൂ എന്നാ പറഞ്ഞത്. വാക്ക് കൊടുക്കുന്നു. മകനെ രാമനെ എൻ്റെ കൂടെ പറഞ്ഞയക്കണം എന്ന് പറയുന്നു ദശരഥനോട്. ദശരഥൻ പറഞ്ഞു, രാമോ രാജീവലോചന. രാമൻ രാജീവലോചനാണ്. രാജീവം എന്ന് പറഞ്ഞാൽ താമര. രാമൻ താമരക്കണ്ണനാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സന്ധ്യ ആയാൽ, സൂര്യൻ അസ്തമിച്ചാൽ താമര കൂമ്പും. അതുപോലെ സൂര്യൻ അസ്തമിക്കുമ്പോഴേക്ക് കിടന്നുറങ്ങുന്ന കൊച്ചു പയ്യനാ എൻ്റെ മോൻ. അവനെ ഞാൻ എന്തിനാ പറഞ്ഞയക്കുന്നത്? ഞാൻ വരാം അങ്ങയുടെ കൂടെ. അപ്പോഴേക്ക് വിശ്വാമിത്രന്റെ ഭാവം മാറി. പിന്നെ വസിഷ്ഠന്റെ നിർബന്ധപ്രകാരം ലക്ഷ്മണേനാനുയാത, ലക്ഷ്മണനെയും ശ്രീരാമനെയും കൂടെ വിശ്വാമിത്രന്റെ കൂടെ പറഞ്ഞയച്ചു. യാതോ ഭൂഃ താതവാച മുനികഥിതമനുദ്വന്ദ്വശന്തധ്വഖേദ. ഈ ലോകനാഥന്മാരായ സർവേശ്വരന്മാർക്ക് വിശപ്പും ദാഹവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വിശ്വാമിത്രൻ അവർക്ക് 2 മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ബല എന്നും അതിബല എന്നും പേരായിട്ടുള്ള 2 മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് വിശപ്പും ദാഹവും ഇല്ലാതെയായി. മന്ത്രം ഉപദേശിച്ച വിശപ്പും ദാഹവും ഒക്കെ ഇല്ലാതെയാവൂ? അതിന് കഴിവുള്ളവർ ചെയ്താൽ അങ്ങനെ വരും. മരുന്ന് കഴിച്ചാൽ രോഗം മാറുന്നില്ലേ? നമുക്കറിയോ മരുന്നിൽ ഈ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ എന്ത് പൊടിയാ കുത്തി നിറച്ചത് നമുക്കറിയോ. പക്ഷെ അത് കഴിച്ചാൽ നമ്മുടെ രോഗം മാറുന്നില്ലേ? അതുപോലെ മന്ത്രത്തിനും ചില കഴിവൊക്കെ ഉണ്ട്. പക്ഷെ മന്ത്രത്തിന്റെ കഴിവ് വെറും അതിൻ്റെ ഉപയോഗത്തിൽ മാത്രമല്ല, അതില് ഈ മന്ത്രത്തില് എനർജി, ശക്തി നിറച്ചിട്ട് അതൊരു ഗുരുനാഥൻ ഇങ്ങ് പകർന്നു തരണം. അപ്പോഴേ അതിൻ്റെ ഫലം കിട്ടൂ. അതെന്താണെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. അങ്ങനെ ആയാലേ അതിൻ്റെ ഫലം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ബല അതിബല എന്നുള്ള മന്ത്രം സ്വീകരിച്ചതിന് ശേഷം അവർക്ക് വിശപ്പും ദാഹമൊന്നും ഉണ്ടായില്ല. നൃണാം പ്രാണായ ബാണൈർമുനിവചനബലാത്താടകം പാടയിത്വാ. അങ്ങനെ പോകുമ്പോഴാണ് കാട്ടിൽ നിന്ന് ഭയങ്കര അലർച്ച. രാമൻ ചോദിച്ചു, അതെന്താന്ന്? കാടിതൂ കണ്ടായോ നീ താടകാ ഭയങ്കരി, അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല. അതിനെന്താ വേണ്ടത്? രാമ അസ്ത്രം എടുത്തോളൂ, തൊടുത്ത് അവളുടെ മാറത്ത് നോക്കി വിടാൻ പറഞ്ഞു. താടകാം പാടയിത്വാ. ആ താടകയെ കൊന്നു. പക്ഷേ താടകയ്ക്ക് ശാപമോക്ഷം കിട്ടി. ദിവ്യരൂപം സ്വീകരിച്ച് താടക പോയി. താടകയ്ക്ക് ആക്ഷേപമൊന്നുമില്ല താടകയെ കൊന്നതിന്. താടക സ്തുതിച്ചു പോയതാ. പിന്നെ വന്നിട്ടുള്ള ആൾക്കാര്, മണ്ടൻ കഥ എന്നൊക്കെ പറയുന്ന ആൾക്കാർ പറഞ്ഞു നടക്കുന്നില്ലേ, അവർക്കാണ് പിന്നെ ആക്ഷേപം താടകയെ രാമൻ കൊന്നു. ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവസിദ്ധാശ്രമാഖ്യം. ലോകനാഥന്മാരായിട്ടുള്ള ഈ രാമലക്ഷ്മണന്മാർക്ക്
വിശ്വാമിത്രൻ മന്ത്ര ഉപദേശം കൊടുത്തു. അനവധി ധനുർവേദത്തിലെ വിശിഷ്ട മന്ത്രങ്ങൾ, അങ്ങനെ ദിവ്യാസ്ത്രങ്ങളൊക്കെ സ്വായത്താക്കി. എന്നാൽ പിന്നെ വിശ്വാമിത്രന് തന്നെ ആവായിരുന്നില്ല. ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എന്തിനാ രാമന്റെ ലക്ഷ്മണന്റെ കയ്യിൽ കൊടുത്ത്? വിശ്വാമിത്രന് കഴിയാഞ്ഞിട്ടൊന്നുമല്ല, രാവണനെ കൊല്ലാനോ അല്ലെങ്കിൽ ഈ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിക്കാനോ മഹർഷിമാർക്ക് കഴിയാഞ്ഞിട്ടല്ല, അവരുടെ കഴിവില്ലായല്ല. പിന്നെ എന്താ അവർ ചെയ്യാതിരുന്നത്? അവരുടെ ധർമ്മമല്ല. സംഹാരം എന്ന് പറഞ്ഞത് അവരുടെ ധർമ്മമല്ല, അതിന് ഈശ്വരനുണ്ട്. അവരുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ധർമ്മം അനുഷ്ഠിക്കുക, അനുഷ്ഠിക്കുന്നവരെ സഹായിക്കുക, അത് പ്രചരിപ്പിക്കുക, അതൊക്കെയാണ് അവരുടെ ധർമ്മം. അതുകൊണ്ട് അവരത് ചെയ്തു. മാരീചം ദ്രാവയിത്വാം, സിദ്ധാശ്രമത്തിൽ വന്നു, യാഗം ആരംഭിച്ചു. മഖശിരസി ശരൈരന്യരക്ഷംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പഥിപദരജസാ പ്രാപ്യ വൈദേഹഗേഹം ഭിന്ദാനശ്ചന്ദ്രചൂഡം ധനുഃ അവനിസുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠധാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരയ്യ സദാരൈഃ. ഞാൻ നേരത്തെ മുമ്പ് അനുസ്മരിച്ചു സുബാഹു മാരീചനും വന്നതും. സുബാഹുവിനെയും മറ്റുള്ള രാക്ഷസന്മാരെയും ഒക്കെ ഭഗവാൻ നിഗ്രഹിച്ചു, മാരീചനെ ഓടിച്ചു, മാരീചന് ശരണം കൊടുത്തു. പിന്നെ പോകുന്ന വഴിയിലാണ് വിശ്വാമിത്രൻ പറഞ്ഞു, ഈ ഒരു കല്ലില് ഒന്ന് കാലു വെക്കാൻ പറഞ്ഞു. കാലു വെച്ചപ്പോൾ കല്ല് അഹല്യയായി തീർന്നു. ഗൗതമ മഹർഷി അഹല്യയെ ശപിച്ചപ്പോ അഹല്യയ്ക്ക് ആക്ഷേപമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ രാമന്റെ പേരും പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന ചിലർക്ക് ഗൗതമൻ അഹല്യയെ ശപിച്ചത് ശരിയായില്ല എന്ന് ഇന്നും അഭിപ്രായം പറയും. മണ്ടന്മാര് പറഞ്ഞോട്ടെ, നമുക്ക് അവരോടൊന്നും പറയാനില്ല. ഭിന്ദാനശ്ചന്ദ്രചൂഡം ധനുഃ. അങ്ങനെയാണ് മിഥിലാരാജ്യത്തെത്തി. അവിടെ വില്ല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ത്രിശതോപനീതം എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. 300 പേര് കൂടിയിട്ടാണ് പൊക്കിക്കൊണ്ടുവന്നത് ഈ വില്ലേ. ഈ വില്ലിന്റെ ഒരു കഥ പറയുന്നുണ്ട്. ശൈവചാപാണ് അത്. ഈ സീതയുടെ ബാല്യകാലത്ത് സഹോദരിമാർ ആദ്യം ജനകന് മക്കളൊന്നും ഉണ്ടായില്ല. എന്നിട്ട് ഭൂമി ഉഴുതപ്പോൾ കിട്ടിയതാണ് സീത. അത് കഴിഞ്ഞ് പിന്നെ മക്കൾ വേറെ ഉണ്ടായി. മാണ്ഡവി, ശ്രുതകീർത്തി നമുക്കറിയാലോ. അപ്പോ കളിക്കുന്ന സമയത്ത് പന്ത് ഈ വില്ലിന്റെ അടിയിൽ പോയി. അതെങ്ങനെ എടുക്കുക? പന്ത് എടുക്കണ്ട. ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുന്നതിന്റെ ഇടയിൽ പന്ത് പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? എവിടെയാന്ന് വെച്ചാൽ പോയി എടുത്തുകൊണ്ട് വരണം. ഇതിപ്പോ ഈ വില്ല എന്ന് പറഞ്ഞാൽ 300 പേര് കൂടിയിട്ടാണ് കൊണ്ടുവന്നത് ഈ സീതാസ്വയംവരത്തിന്റെ സമയത്ത്. അപ്പൊ ഈ കുട്ടികൾ എന്താ ചെയ്യുക? വില്ലെടുക്കാൻ കുട്ടികൾ ഇങ്ങനെ പന്തെടുക്കാൻ അവരിങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുമ്പോ സീത കൊച്ചുകുട്ടിയാ. സീത ഒരു പരിഭ്രമം ഇല്ലാതെ നിന്നിട്ട് ഇടത്തെ കൈകൊണ്ട് വില്ലെടുത്തു, വലത്തെ കൈകൊണ്ട് പന്ത് കൊടുത്തു. അത് കണ്ടപ്പോൾ ജനക മഹാരാജാവ് തീരുമാനിച്ചു, ഇത്രയും ശക്തിയുള്ള ഈ പെൺകുട്ടിയെ ഏതെങ്കിലും ഒരു കോന്തനോ ഉമ്പിളിയാണ്ടനോ ഒന്നും കല്യാണം കഴിച്ചു കൊടുത്താൽ പറ്റില്ല. അതിന് യോഗ്യനായിട്ടുള്ള ആള് വേണം. അതുകൊണ്ട് ഈ വില്ല പൊട്ടിക്കുന്നവനെ എൻ്റെ മകളെ കൊടുക്കൂ. എന്തായാലും അതെ, നിങ്ങൾ അതാണ് രാമായണത്തിന്റെ മഹത്വം. ഞാനിവിടെ പാടിയപ്പോൾ നിങ്ങൾ ബാക്കി പാടിയില്ലേ? ഇതാണ് മെക്കാളെ പ്രഭു മാറ്റാൻ നോക്കിയത്. മെക്കാളെ പ്രഭു എന്നാണോ പറയേണ്ടത്? മെക്കാളെ തെണ്ടി എന്നാണോ പറയേണ്ടത്? നാട് നശിപ്പിച്ചവൻ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് ഒരു മഹത്വം ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. ബ്രിട്ടീഷുകാർക്ക് അവർക്ക് കൊള്ളരുതായ്മയുണ്ട്, കണ്ണിങ് ആണ് അവർ. എവിടെയൊക്കെ അവർ ഭരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഈ വിഭജനത്തിന്റെ വിത്ത് ഇട്ടിട്ടാണ് അവർ പോയിട്ടുള്ളത്. നാട് മുഴുവൻ അവർ ഭരിച്ച സ്ഥലത്തൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്കൊരു മേന്മ ഉണ്ട്. എന്താന്നല്ലേ?
നമുക്ക് അവരുടെ നാട്ടിൽ പോയിട്ട് നമ്മുടെ മതത്തെ പറ്റി പറയാം. ബ്രിട്ടനിൽ അമ്പലമുണ്ട്. പക്ഷെ മറ്റേ മതത്തിന്റെ നാട്ടിൽ പോയാൽ അത് പറ്റില്ല. ഞാനവിടെ ഒരു 4 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട്. ഒരുത്തൻ എന്നോട് ഒരു ബുദ്ധു ചോദിച്ചു. ബുദ്ധ അങ്ങനെ ആ കൂട്ടുകാർ അവരെ പറയാം, നാടൻ അറബി എന്നോട് ചോദിച്ചു, ഫി മുസ്ലിം? ഫി എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ്. മാഫി മുസ്ലിം, മാഫി കുവൈസ്. മുസ്ലിം അല്ലെങ്കിൽ കൊള്ളരുതാത്തതാണ്. അത് ബ്രിട്ടീഷുകാർ പറയില്ല. അവരിവിടെ വന്നിട്ട് നമ്മളെ നശിപ്പിക്കാൻ നോക്കിയെങ്കിലും അവരുടെ നാട്ടിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് അവരെയും നശിപ്പിക്കാൻ നോക്കാം. അങ്ങനൊരു വിശാല മനസ്കതയും കൂടി ഉണ്ട് അവർക്ക്. അപ്പൊ നമ്മളെന്ത് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണ്ട. നമുക്ക് നമ്മുടെ ധർമ്മത്തെ പ്രചരിപ്പിക്കുക. മറ്റുള്ളവരെ കുറ്റം പറയേണ്ട യാതൊരു ആവശ്യമില്ല. എന്തുകൊണ്ട് നാം ക്ഷയിക്കുന്നു, എന്തുകൊണ്ട് നമുക്ക് ശക്തി കുറയുന്നു എന്ന് ചോദിച്ചാൽ നാം നമ്മുടെ ധർമ്മത്തെ ആചരിക്കാത്തത് കൊണ്ട്, നാം ചെയ്യേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിൽ അടുത്ത ബർത്തിലിരുന്നിട്ട് ചിലരൊക്കെ ഹിന്ദിയും മറാഠിയൊക്കെ പറയുന്നത്. അതിൻ്റെ ഇടയിൽ തമിഴും കേട്ടു. അപ്പം ഞാൻ അടുത്തുള്ളൊരു കൊച്ചു പയ്യനെ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. ഞാൻ അവനെ കണ്ടപ്പോൾ ചോദിച്ചു, തമിഴിലാ ചോദിച്ചത്. അപ്പം അവൻ പറഞ്ഞു, തമിഴ് മാലൂം നഹി. ഹിന്ദി മാലൂമേക്ക് ഹിന്ദി മാലൂം, ഹിന്ദി അറിയാമെന്ന് പറഞ്ഞു. അപ്പം അവൻ അവിടുന്ന് വരുന്നത്, അവനും ഉണ്ട് അവൻ്റെ അച്ഛനും ഉണ്ട്, ഷർട്ട് ഇടാതെ വരുന്നത്. ഞാൻ അവനോട് ചോദിച്ചു, ठंडक लगता है क्या, തണുപ്പില്ലേ ഇതിനൊക്കെ, എന്താ ഷർട്ട് ഇടാത്തത് ഹിന്ദിയിൽ ചോദിച്ചു. ദർശൻ കെ ബാദ് ഷർട്ട് പഹനൂങ്ക എന്നാണ്. നമ്മുടെ ധർമ്മം അങ്ങനെ അനുഷ്ഠിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് നമുക്ക് കൈക്കൂടാ? അവർ വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് ശബരിമലയിൽ എത്തിയിട്ടേ ഷർട്ട് ഇടുള്ളൂ. എന്തുകൊണ്ട് നമുക്ക് കൈക്കൂടാ? നമുക്ക് നമ്മുടെ അടുത്തുള്ള അമ്പലത്തിന്റെ ഉള്ളിൽ ഷർട്ട് വരണം എന്ന് പറയുമ്പോൾ പള്ളിയിൽ ഷർട്ട് ഇട്ടിട്ടാ പോകാറ. പിന്നെ ഇവിടെ എന്താ ഷർട്ട് ഇട്ട് വന്നാൽ? ഒരിക്കലും മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ കൊച്ചിയിൽ ഇറങ്ങി രണ്ടാമത് കോഴിക്കോട്ടേക്ക് പോകേണ്ടി വന്നു. അപ്പം അത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആയിരുന്നു. ജഡ്ഡയിലേക്ക് പോണ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആയിരുന്നു. അതിലുള്ളവര് ഒറ്റ മുണ്ടേ ധരിച്ചിരുന്നുള്ളൂ, ചെരുപ്പിട്ടിരുന്നില്ല. കാരണം അവരൊക്കെ ഉമ്രയ്ക്ക് പോണവരാ. ഉമ്ര എന്ന് പറഞ്ഞാൽ ആ പ്രത്യേക റംസാൻ മതക്കാലത്ത് നടത്തുന്ന കാബ ദർശനത്തിന് ഹജ്ജ് എന്നും അല്ലാത്ത കാലത്ത് നടത്തുന്നതിന് ഉമ്ര എന്നും പറയും. ഞാൻ അവിടെ പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അറിയാം. അതുകൊണ്ടാണ്. തത്വമൊന്നും ചോദിച്ചാൽ അറിയില്ല, ഇതൊക്കെ ഇങ്ങനെ പറയാനേ അറിയില്ല. ഈ ഉമ്രയ്ക്ക് പോണവരെ അവരുടെ വീട്ടിൽ നിന്ന് തൊട്ട് ചെരുപ്പിടാതെ വരുന്നത്. അവർക്ക് ഏകവസ്ത്രം ധരിച്ചിട്ട് വേണം പോവാൻ. ഒറ്റ മുണ്ടാ ഉടുത്തത്, ആ മുണ്ട് തന്നെ ചുമലിലൂടിട്ടതാ. നമുക്കെന്തുകൊണ്ട് നമ്മുടെ ധർമ്മത്തെ ആചരിച്ചുകൂടാ? നമ്മളെന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയാൻ പോണത്? നമുക്ക് മറ്റുള്ളവരെ നന്നാക്കാനൊന്നും പറ്റില്ല. നമ്മുടെ കുടുംബാംഗങ്ങളെ പോലും നിയന്ത്രിക്കാൻ നമുക്കൊരു പരിധിയുണ്ട്, അതിൽ കൂടുതൽ സാധിക്കില്ല. ഓരോരുത്തർക്കും പരിപൂർണമായിട്ട് നിയന്ത്രിക്കാവുന്നത് അവനവനെ മാത്രമാണ്. അതുകൊണ്ട് ഓരോരുത്തരും തീരുമാനിക്കുക, ഞാൻ നന്നാവും, മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട. ഞാൻ നന്നാവുന്ന ഓരോരുത്തരും വിചാരിച്ച നാട് നന്നായില്ലേ? ഒരു മോഡി മാത്രം ഉണ്ടായാൽ ഭാരതം നന്നാവൂ? നമ്മൾ ഓരോരുത്തരും മോഡി ആവണം, എന്നാലേ നാടിന് മോഡി ഉണ്ടാവുള്ളൂ. അല്ലാതെ എങ്ങനെയാ നന്നാവുക? മാരീചന്ദ്രാവയിത്വാമഘശിരസി ശരീരന്യരക്ഷാംസി വിഘ്നൻ കല്യാം കുർവന്നഹല്യാം പഥിപദരജസാ പ്രാപ്യ വൈദേഹഗേഹം ഭിന്ദാനശ്ചന്ദ്രചൂഡം ധനുരവനി സുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈഃ സദാരൈഃ. അപ്പോൾ രാമൻ ഈ വില്ല് മുറിച്ചു, സീത സ്വന്തായി ദശരഥനെ അറിയിച്ചു. മറ്റ് സഹോദരന്മാർക്ക് മാണ്ഡവി, ശ്രുതകീർത്തി മുതലായ ഊർമിള മുതലായ പെൺകുട്ടികളെ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ മുതലായവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു.
അങ്ങനെ 4 പേരും ആ പത്നിമാരോട് കൂടിയിട്ട് പോകുന്ന സമയത്താണ് ആരുന്ധാനേരുഷന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജ. ഭയങ്കരമായിട്ട് കൊടുങ്കാറ്റ് വീശുന്നു, പല ദുർനിമിത്തങ്ങളും കാണുന്നു. വസിഷ്ഠനോട് ചോദിക്കുന്നു ദശരഥൻ, എന്താ അപകടം? ഒരപകടം ഉണ്ടാവും, പക്ഷെ വേഗം സൂര്യൻ ഉദിച്ചാൽ മഞ്ഞുരുകുന്നത് പോലെ നശിച്ചു പോകും, പേടിക്കണ്ട എന്ന് പറയുന്നു. അപ്പോഴാണ് അവിടെ കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ വരുന്നു ഭാർഗവരാമൻ. 2 രാമൻ വേണ്ട, 1 രാമൻ മതി. എന്റെ ഗുരുനാഥന്റെ വില്ലൊടിച്ചൊരു രാമൻ ഉണ്ടെന്ന് കേട്ടു, എന്നാ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ വില്ല് പൊട്ടിക്ക്. ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ. ഭഗവാൻ ഒരു പരിഭ്രമം ഉണ്ടായില്ലേ, ഇടത് കൈ കൊണ്ട് ആ വില്ലിങ് വാങ്ങി അത് നിലത്ത് കുത്തി അതങ്ങ് കൊലയ്ക്കാൻ വേണ്ടി ഞാണ് കെട്ടി ചോദിച്ചു, ഞാനിതിന് ലക്ഷ്യം എവിടേക്ക് അയക്കണം? തന്റെ തേജസ്സിന് തൽക്കാല ആവശ്യമില്ലാത്തത് കൊണ്ട് ശ്രീരാമനിലേക്ക് സമർപ്പിച്ചു. പരശുരാമൻ ഇന്നും തപസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ രാമായണം കഴിഞ്ഞ അടുത്ത കഥ പരശുരാമന്റെ. നമ്മൾ പരശുരാമനെ ഓർക്കണം. കാരണം പരശുരാമനാണ് കേരളത്തെ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്തത്. പരശുരാമൻ മഴുവെറിഞ്ഞ് തീർത്തതല്ല കേരളം. മഴുവെറിഞ്ഞിട്ട് തീർത്തതല്ല കേരളം. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അത് ഇന്നത്തെ കൊള്ളരുതാത്ത മണ്ടന്മാര് പറഞ്ഞതാ. പുരാണത്തിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഭഗവാൻ തന്റെ സ്രുവം വലിച്ചെറിഞ്ഞു സമുദ്രത്തിലേക്ക്. അത്രയും ഭാഗം സമുദ്രം മാറി നിന്നു കേരളം. നമ്മൾ എല്ലാ ദിവസവും ഓർക്കണ്ടേ, നമുക്ക് ഇത്ര ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭൂമി, എന്തും തരാൻ കഴിവുള്ള ഭൂപ്രദേശം, നല്ല കാലാവസ്ഥ, നല്ല വെള്ളം, ഇത്രയും നദികൾ, പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികള്, ഇത്രയും ക്ഷേത്രങ്ങൾ, ഇത്രയും സംസ്കാര സമ്പന്നരായിട്ടുള്ള ജനത, ഇതൊക്കെ പരശുരാമന്റെ ദാനല്ലേ നമുക്ക്? അപ്പൊ പരശുരാമനെ നമ്മൾ ഓർക്കണ്ടേ? ആ പരശുരാമൻ തന്റെ തേജസ്സിന് ഭഗവാനിലേക്ക് ചേർത്തുന്നു. യാദോസ്യോദ്യം സുഖനിഹ ദിവസൻ കന്ദയാ കന്ദമൂർത്തേ ശത്രുഘ്നേനൈകദാധോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താതാരബ്ധോഭിഷേകസ്തവ കില വിഹതേകയാധീശപുത്രിയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ദശരഥൻ കണ്ണാടി നോക്കിയപ്പോൾ മുടി നരച്ചു എന്ന് തോന്നിയെന്ന്. അപ്പൊ മരണത്തെ പറ്റി ഓർമ്മ വന്നു. മകനെ രാജാവാക്കാൻ തീരുമാനിച്ചു. ശത്രുഘ്നൻ അമ്മാത്തേക്ക് പോയതാ, അമ്മയുടെ വീട് കേകയ രാജ്യത്ത്. കാശ്മീർ ദേശമാണെന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഏതായാലും അതിൻ്റെ അടുത്ത് എവിടെയാണ്, അതെവിടെ ആയിക്കോട്ടെ. ഏതായാലും ഭരതൻ തൻ്റെ അമ്മയുടെ ഗൃഹത്തിലേക്ക് പോയ സമയം, ഭരതന്റെ കൂടെയാണ് ശത്രുഘ്നൻ, ശ്രീരാമന്റെ കൂടെയാണ് ലക്ഷ്മണൻ. അതെപ്പോഴും അങ്ങനെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൗസല്യയുടെ പകുതിയാണ് ലക്ഷ്മണൻ, കൈകേയിയുടെ പകുതിയാണ് ശത്രുഘ്നൻ. അപ്പൊ സുമിത്രയ്ക്ക് യാതൊരു ആക്ഷേപമില്ല. സുമിത്ര 2 കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിലും സുമിത്രയ്ക്ക് 2 കുട്ടികളിൽ ലാളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ലക്ഷ്മണന് രാമന്റെ അടുത്ത് കിടക്കണം. കുട്ടിക്കാലം അതിനുള്ള ഏർപ്പാടാ. പിന്നെ വേണമെങ്കിൽ സുമിത്രയ്ക്ക് അവിടെ പോയിട്ട് തൻ്റെ മകനെ ലാളിക്കാം. കൈകേയിയുടെയും കൗസല്യയുടെയും കൊട്ടാരത്തിലേക്ക് ഓടുകയായിരുന്നു സുമിത്രയുടെ പണി. പക്ഷെ സുമിത്രയ്ക്ക് ആക്ഷേപമൊന്നുമില്ല കേട്ടോ. ബാക്കിയുള്ള വല്ലവർക്കും ഒക്കെ ആക്ഷേപമുണ്ടോ എന്ന് ഇഷ്ടമല്ലേ, സുമിത്രയ്ക്ക് ആക്ഷേപമില്ല. അപ്പോൾ ശത്രു അഭിഷേകം തീരുമാനിച്ചു. തവകില വിഹതേകയാധീശപുത്രിയാ. വാസ്തവത്തിൽ കൈകേയിയെ കുറ്റം പറയാൻ പറ്റില്ല, മന്ധരെ കുറ്റം പറയാൻ പറ്റില്ല. മന്ധരയുടെ ദുർവാക്ക് കേട്ടിട്ടാണ് കൈകേയി ഈ വരം ചോദിച്ചതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ മന്ധരയിൽ ദേവന്മാരെ ആവേശിച്ചിട്ടാ. മന്ധരയെ കുറ്റം പറയാൻ പറ്റില്ല, കൈകേയിയെ കുറ്റം പറയാൻ പറ്റില്ല. ഭഗവാന്റെ ഇച്ഛ, അല്ലെങ്കിൽ ലോകനാഥന് തൻ്റെ ഇച്ഛയില്ലാതെ ഭഗവാൻ പോവൂ? താതൊക്യായാതു കാമോ വനമനുജവധൂ സംയുതശ്ചാപധാര. സഹോദരൻ ലക്ഷ്മണനോടും സീതാദേവിയോടും ചാപതൂണീര ബാണങ്ങളോട് കൂടിയിട്ട് പൗരാനാരുധ്യമാർഗേ ഗുഹനിലയഗതഃ ത്വം ജടാചീരധാരി. ഗംഗാ തീരത്ത് വെച്ച് ആ ജടാവൽക്കധാരിയായിട്ടുള്ള
രാമനും ലക്ഷ്മണനും സീതയും അവിടെ പൗരാവലിയൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ നാവാസന്ധ്യ ഗംഗാമധിപദവി പുനസ്തംഭരദ്വാജമാരാത് തോണിയിൽ കയറി രാത്രി അവർ സ്ഥലം വിട്ടു. പിറ്റേ ദിവസം രാവിലെ ജനങ്ങളൊക്കെ ഉണർന്നപ്പോൾ രാമനെ കണ്ടില്ല. അവർ കരഞ്ഞുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോയി. നാവാസന്ധ്യ ഗംഗാമധിപദവി പുനഃ എന്നിട്ട് ഭരദ്വാജമാരാത് ഭരദ്വാജന്റെ ആശ്രമത്തിൽ ചെന്നു. നത്വാ തദ്വാക്യഹേതോഹോ അതിസുഖമവസഹ ചിത്രകൂടേ ഗിരീന്ദ്രേ ചിത്രകൂട പർവ്വതത്തില് ആശ്രമമൊക്കെ കെട്ടിയുണ്ടാക്കി താമസിക്കുന്നു. അപ്പോഴാണ് ശത്രുഘ്നനും ഭരതനും തിരിച്ചു വരുന്നു. അപ്പോഴേക്ക് മകനെ കാണാത്ത ദുഃഖം കൊണ്ട് ദശരഥന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. പിന്നെ ഭരതന്റെ മുഖത്ത് നിന്ന് ആ കൈകേയിക്ക് കേൾക്കേണ്ടി വന്നതായിട്ടുള്ള ഭർസനങ്ങൾ അമ്മയായാൽ മാത്രം പോരാ, അമ്മയുടെ മഹത്വം കാത്തു സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ കൈകേയിയെ പോലെ രാമായണം കണ്ടുപഠിക്കണം. നമ്മുടെ ധർമ്മം പറയുന്നുണ്ട്, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ, സത്യം വദ, ധർമ്മം ചര എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലേറ്റവും ആദ്യം പറയുന്നത് മാതൃദേവോ ഭവ എന്നാ. അമ്മയെ കാണുന്ന ഈശ്വരനായിട്ട് കണ്ടുബന്ധിക്കണം. പക്ഷേ അമ്മയായിട്ട് ജീവിക്കണം. അമ്മ രാക്ഷസിയായാൽ മക്കളുടെ ബഹുമാനമൊന്നും പിന്നെ പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് അമ്മയായിട്ട് ജീവിക്കാൻ പഠിക്കണം. കൈകേയിയെ പോലെ ആവരുത്. അതുകൊണ്ട് കൈകേയിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഈ കൊള്ളരുതാത്തവളുടെ ഗർഭത്തിൽ ജനിക്കേണ്ട ഗതികേടുണ്ടായല്ലോ. ഭരതനെ കൊണ്ട് അത് പറയിപ്പിക്കണമെങ്കിൽ കൈകേയി എത്ര അധപ്പതിച്ചു പോയി എന്ന് ആലോചിച്ചു നോക്കൂ. അമ്മമാര് മനസ്സിലാക്കുക, കൈകേയിയെ പോലെ ആവരുത്. ധാരാളം അമ്മമാർ ഇന്നത്തെ കാലത്ത് കൈകേയിയേക്കാൾ കഷ്ടമാവുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. മക്കൾക്ക് അമ്മമാര് സന്തോഷം കൊടുക്കണം. നല്ല മക്കൾക്കും അമ്മമാര് ദുഃഖം കൊടുക്കരുത്. ദുഃഖം കൊടുക്കുന്ന അമ്മമാരുണ്ട്. അമ്മമാരെ മക്കള് ദൈവത്തെ പോലെ സ്നേഹിക്കണം. ഇനി ഇത് ഞാൻ അമ്മമാരെ പറ്റി പറഞ്ഞെങ്കിൽ മക്കള് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമ്മ എത്ര ദുഷിച്ചാലും ശരി അമ്മയുടെ കുറ്റം പറയരുത്. അമ്മ കാണപ്പെട്ട ദൈവമാണ്. അമ്മയ്ക്ക് നമ്മൾ എന്ത് കൊടുത്താലും തീരില്ല. ജന്മം തന്നെ കൊടുത്താലും തീരില്ല. അതുകൊണ്ടല്ലേ ശങ്കരാചാര്യ പറഞ്ഞത്, അസ്തം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമൈശയ്യാച സംവത്സരീ ഏകസ്യാപി നഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോദാതും നിഷ്കൃതിം ഉന്നതോപി തനയഃ തസ്യൈ ജനന്യൈ നമഃ. അപ്പോ നല്ല അമ്മമാരുണ്ടാവുക, നല്ല മക്കളുണ്ടാവുക. നല്ല അമ്മമാരുണ്ടായാലേ നല്ല മക്കളുണ്ടാവുള്ളൂ. നല്ല മക്കളെ വളർത്തണം. അപ്പോഴേ നാട് നന്നാവൂ. ഇവിടെ അമ്മ തന്നെ ദൈവം എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ ഇവിടെ കണ്ടു. അനാഥത് വാങ്ങി വായിക്കണം. ചുരുങ്ങിയ വിലയുണ്ട്. തപ്തോ ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖൽ സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വംബുതസ്മൈ നിദധിധ ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വാധഗത്വാ വനമതി വിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയശ്ചാരുഭോശാരഭംഗീം. പോകുന്ന വഴിക്ക് ഈ ചിത്രകൂടത്തിൽ താമസിക്കുമ്പോഴാണ് ഭരതൻ വന്നിട്ട് പറയുന്നു, അച്ഛൻ മരിച്ച വൃത്താന്തം കേൾക്കുന്നു, അച്ഛന് വേണ്ട ഉദകക്രിയകളൊക്കെ ചെയ്യുന്നു, തിരിച്ചു വരാൻ നിർബന്ധിക്കുന്നു. തൻ്റെ പാതുക കൊടുത്ത് ഭരതനെ പിന്തിരിപ്പിക്കുന്നു. പിന്നെ അവിടെ താമസിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ടാണ് അവിടെ നിന്ന് യാത്രയാവുന്നു. ദണ്ഡകാരണ്യത്തിലെത്തുന്നു. അപ്പോഴാണ് വിരാധനെ അവൻ കൊല്ലാൻ വേണ്ടി വരുന്നു. അവനെ കൊല്ലുന്നു. ചാരുഭോഹ സുഗതിമകലയശ്ചാരുഭോശാരഭംഗീം. അതുപോലെ തന്നെ
ശരഭംഗന്റെ ആശ്രമത്തിൽ പോകുന്നു, അദ്ദേഹത്തിന് അനുഗ്രഹിക്കുന്നു. നത്വാഗസ്ത്യം സമസ്താശരനികരസപത്രാകൃതിന്താപസേഭ്യ പ്രത്യശ്രൗഷീ പ്രിയൈഷീ തദനുച മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാപി ദത്തേ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാഗോദാ തടാന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂട്യാ. അഗസ്ത്യ മഹർഷിയെ വന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ ധാരാളം ദിവ്യാസ്ത്രങ്ങളൊക്കെ ഉപദേശിക്കുന്നു. വൈഷ്ണവ ദിവ്യചാപം ഉപദേശിക്കുന്നു, ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു. തൻ്റെ അച്ഛനായ ദശരഥന്റെ കൂട്ടുകാരനായ പക്ഷിശ്രേഷ്ഠനായ ജടായുവിനെ കാണുന്നു പഞ്ചവടിയിൽ വെച്ച്. പഞ്ചവടിയിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രാപ്തായാഹ ശൂർപ്പണഖ്യാഹ മദനജലധൃതേരർത്ഥനൈർനിസ്സഹാത്മാതാം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വൈനം ദുഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുതസമധികാം സ്ഥൽക്ഷണാദക്ഷതോഷ്മാം. അപ്പോഴാണ് ശൂർപ്പണഖ കാണുന്നു. രാമനെ കണ്ടപ്പോൾ, ആ സൗന്ദര്യം കണ്ടപ്പോൾ തനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നൊരു തോന്നലുണ്ടാവുന്നു. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരായാലും കണ്ടാ കൊതിക്കും. അത്ര സുന്ദരനാ രാമനെ. നമ്മൾ കാണാത്തതുകൊണ്ടാണ് നമുക്ക് കൊതി തോന്നാത്തത്. കണ്ടാ നമ്മളും കൊതിക്കും. പിന്നെ നമ്മൾ ഈ എലിവേഷം കാണാനൊന്നും പോവില്ല. പിന്നെ രാമരാമെന്ന് ജപിച്ചുകൊണ്ടിരിക്കും. അവള് വന്നു, സുന്ദരിയുടെ വേഷം കെട്ടി വന്നു. അപ്പൊ രാമൻ ചോദിച്ചു, സുന്ദരി, നീ എന്തിനാ എന്നെ കല്യാണം കഴിക്കുന്നത്? എനിക്കൊരു ഭാര്യയുണ്ട്, എൻ്റെ അനിയൻ എന്നെ പോലെ തന്നെ അയാളെ കല്യാണം കഴിച്ചോളാം. ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ ദാസനാണ്, അതുകൊണ്ട് അങ്ങോട്ട് തന്നെ ചെന്നോളാം. ഞാൻ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴേ ഇത് ശൂർപ്പണഖയ്ക്ക് തോന്നി, ഇവളാണ് ഇതിനൊക്കെ കാരണക്കാരി, ഇന്ന് അവളുടെ കഥ അങ്ങ് കഴിച്ചേക്കാം. സീതയെ ആക്രമിക്കാൻ വന്നപ്പോ രാമനൊന്ന് നോക്കി ലക്ഷ്മണന്റെ നേരെ. ലക്ഷ്മണൻ കുറേന്ന് വാളെടുത്തു, ഒന്ന് വീശിയപ്പോ മൂക്ക് പോയി എന്നാ പറയാറുള്ളത്. പിന്നെ ചാക്യാരൊക്കെ പറയുമ്പോ ഉയർന്നു നിൽക്കുന്നതൊക്കെ പോയി എന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും അവള് നിർലൂനനാസാം ദൃഷ്ട്വൈനം ദുഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം. ഖരൻ ദൂഷണൻ ത്രിശിരസ്. ഈ ശൂർപ്പണഖയ്ക്ക് വേണ്ടി, ശൂർപ്പണഖ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നല്ലേ? ശൂർപ്പം എന്ന് പറഞ്ഞാൽ മുറം എന്നർത്ഥം. മുറം പോലെ, ശൂർപ്പം പോലെ നഖം ഉള്ളവൾ, മുറം പോലെ നഖമുള്ളവള് ശൂർപ്പണഖ എന്ന് പറഞ്ഞാലേ അതുപോലെ അവളുടെ രൂപം. അവള് മൂക്കില്ലാതെ കരഞ്ഞ് ഖരദൂഷണ ത്രിശിരസുകളുടെ അടുത്ത് വന്നു. 14,000 രാക്ഷസന്മാരോട് കൂടിയിട്ട് വന്നു. ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നീ സീതയെ നോക്കി എവിടെ ഇരുന്നോ, ഇവരുടെ കഥ ഞാൻ നോക്കിക്കൊള്ളാം. വളരെ ക്ഷണനേരം കൊണ്ടാണ് വ്യാഹിംസീരാശരാനപ്യയുതസമധികാം തൽക്ഷണാദക്ഷതോഷ്മാം. ആ 14,000 രാക്ഷസന്മാരെയും ഖരദൂഷണ ത്രിശിരസുകളെയും ശ്രീരാമൻ ഒറ്റയ്ക്ക് കൊന്നു. ഇത് കേട്ടപ്പോ അവള് പൊടിപ്പും തൊങ്ങലും വെച്ച് അവിടെ പോയിട്ട് പറഞ്ഞു. രാവണനോട് പറഞ്ഞത് എന്താ? രാവണനോട് പറഞ്ഞു, നേരെ മറിച്ച ഞാൻ പോയപ്പോ എന്റെ ആഗ്രഹമല്ല പറഞ്ഞത്, ആ രാമൻ എന്ന മനുഷ്യന്റെ കൂടെ ഒരു സുന്ദരിയായിട്ടുള്ള പെണ്ണുണ്ട്, ഏട്ടന് കിട്ടണമെന്ന് വിചാരിച്ച് അവളെ പിടിച്ചു കൊണ്ടുവരാൻ വന്നപ്പോ അവര് എന്റെ മൂക്കരിഞ്ഞു എന്നാ പറഞ്ഞത്. നോക്കണേ, നേരെ വിപരീതമായിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചാടി പുറപ്പെട്ടു രാവണൻ. സോദര്യ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ടമാരീച മായാസാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതമനുഗത പ്രാവധിർബാണഘാതം തന്മായാക്രന്ദ നിർയാപിത ഭവതനുജം രാവണസ്താമഹർഷീത് തേനാർത്തോഭിസ്ത്വമന്ദഃ കിമപി മുദമഥാഃ തദ്വഥോപായ ലാഭൽ. അങ്ങനെ പൊന്മാനിന്റെ വേഷമായിട്ട് മാരീചൻ വരുന്നു. അവസാനം രാമന്റെ ശബ്ദത്തിൽ കരയുന്നു. സീതയുടെ ഭർസനം കേട്ട് സഹിക്കാതെ ലക്ഷ്മണൻ എവിടുന്ന് പോകുന്നു. ആ സമയത്ത് കപടവേഷധാരിയായിട്ടുള്ള രാവണൻ വന്ന് സീതയെ തൊടാൻ പറ്റുമോ? മായാ സീതയാണ്. ശരിക്കുള്ള സീതയെ അഗ്നിദേവന് കൊടുത്തിട്ടുണ്ട്. ഈ മായാസീതയും തൊടാൻ പറ്റിയില്ല. ആ ഭൂപ്രദേശത്തോടു കൂടി കൈകൊണ്ടങ്ങ് പൊക്കി വിമാനത്തിനെടുത്ത് വയ്ക്കുക ചെയ്തത്. അങ്ങനെ
തേനാർത്തോവി, അതുകൊണ്ട് ദുഃഖമൊക്കെ ഉണ്ടെങ്കിലും ത്വമന്തഃ കിമപി മുദമഥാഹ, ഭഗവാനെ അവിടുത്തേക്ക് കുറച്ച് സന്തോഷം ഉണ്ടായിന്നാ ഈ ഭട്ടതിരിപ്പാട് പറയുന്നത്. എന്താ? തദ്വഥോപായലാഭൽ, രാവണനെ കൊല്ലാനൊരു മാർഗം കിട്ടിയല്ലോ. രാമൻ കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, എങ്ങനെ ആരും വിചാരിക്കണ്ട. രാമൻ കരഞ്ഞു എന്ന് പറഞ്ഞ് രാമന്റെ ദുഃഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മണ്ടനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. രാമന് ദുഃഖമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് ഈ മണ്ടന്മാരുടെ കൂട്ടത്തിലാണ് വിളിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതൂ. രാമന് ദുഃഖമൊന്നും ഉണ്ടായിട്ടില്ല. രാമനും ലക്ഷ്മണനും കൂടി, രാമൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോവുക, ലക്ഷ്മണൻ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് പോവുക. അപ്പോഴാണ് നമ്മുടെ പരമേശ്വരൻ, ഇവിടുത്തെ കോട്ടയത്ത് ഭഗവാൻ മഹാദേവൻ മുകളിലിരിക്കണില്ലേ, കുന്നിന്റെ മുകളിലിരിക്കണ ഭഗവാൻ, പാർവതി ദേവിയോട് കൂടിയിട്ട് വരിക തിരുനക്കരപ്പനെ. അപ്പോഴാണ് മഹാദേവൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടദേവതയായിട്ടുള്ള രാമനാണ് ഇപ്പോൾ അവതാരമൊക്കെ ചെയ്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രാമന്റെ ഗുണം ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പരമേശ്വരൻ പറഞ്ഞിട്ട്. ആ രാമൻ, ഇതാണോ അങ്ങയുടെ ഇഷ്ടദൈവം രാമൻ, ഭാര്യ പോയപ്പോൾ കരഞ്ഞുകൊണ്ട് നടക്കുന്നവൻ എന്ന് പാർവതിയുടെ ഉള്ളിൽ ഒരു തോന്നല്. പാർവതി പറഞ്ഞു, എന്നാ നമുക്ക് ഒന്ന് പോയിട്ട് അദ്ദേഹത്തെ ഒന്ന് വണങ്ങുക, അങ്ങയുടെ ഇഷ്ടദേവനല്ലേ. പരമേശ്വരൻ പറഞ്ഞു, പാർവതി പോയാൽ മതി, ഞാനിവിടെ നിൽക്കാം. പാർവതി എന്ത് ചെയ്തു? പാർവതി തന്റെ രൂപം മാറ്റി സീതയുടെ രൂപത്തിൽ ഇങ്ങനെ ചെന്നു. ലക്ഷ്മണൻ അത്ഭുതപ്പെട്ടു, ഇനി എന്തിനാ തെരഞ്ഞു നടക്കുന്നത്? സീത അടുത്ത് വന്നിരിക്കുന്നു. സീത ലജ്ജയോടുകൂടി വന്ന് കുനിഞ്ഞ് രാമന്റെ പാദം തൊടാൻ നോക്കിയപ്പോൾ രാമൻ തൊഴുതിട്ട് ചോദിച്ചു, അമ്മ എന്താ ഒറ്റയ്ക്ക് വന്നത്? പരമേശ്വരൻ അവിടെ നിർത്തി പോകുന്നത് എന്താന്ന്. അപ്പൊ ഈ കരച്ചിലെന്താ? ഇത് വെറും ഒരു നാട്യം. ഭഗവാൻ ഇതൊരു നാട്യമാണ്. രാമൻ കരഞ്ഞിട്ടില്ല. പിന്നെ രാമൻ എന്തിനു കരഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ വിഡ്ഢികൾ ഇങ്ങനെയാണ് കരയുന്നത് എന്ന്, നമ്മൾ മണ്ടന്മാർ ഇങ്ങനെയൊക്കെയാണ് കരയുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രാമനില്ലാത്ത കരച്ചിൽ അഭിനയിച്ചു കാണിച്ചു. ഭൂയസ്തന്വിം വിധുന്വിചിന്വന്നഹൃത ദശമുഖസ്ത്വദ്വധൂമദ്വധേനേത്യുക്ത്വായാതേ ജടായൗ ദിവമഥ സുഹൃദപ്രാതനോ പ്രേതകാര്യം ഗൃഹാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാതസൂനും ഭൃശമുദിതമനാഹ പാഹി വാതാലയേശാം. പിന്നെയും പോകുമ്പോഴാണ് ആ ജടായുവിനെ കാണുന്നു. വഴിയിൽ വെച്ച് സീതാദേവിയുടെ ആഭരണങ്ങളൊക്കെ കിട്ടുന്നു. രാമൻ ജടായുവിനെ ശുശ്രൂഷിക്കുന്നു. രാമന്റെ മടിയിൽ കിടന്ന് ജടായു മരിക്കുന്നു. ജടായുവിന്റെ മരണാനന്തര കൃത്യങ്ങളൊക്കെ നടത്തുന്നു. വീണ്ടും പോകുന്ന സമയത്താണ് ആ കബന്ധന്റെ വരവ്. അവന് തലല്ല, ആ കൈകൊണ്ട് ഇങ്ങ് പിടിച്ച് വയറിലേക്കിടുക. ഇതാ അവന്റെ സ്വഭാവം. രണ്ടുപേര് രാമനെയും ലക്ഷ്മണനെയും കൂടി രണ്ട് കൈകൊണ്ടും പിടിച്ചു. തലയില്ലാത്തൊരു സാധനെ, വയറുണ്ട്, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇടുക. അങ്ങനെ കണ്ടതിനൊക്കെ പിടിച്ചു നിന്നുകൊണ്ട് നടക്കുക. ലക്ഷ്മണനും രാമനും ഓരോ കൈ മുറിച്ചു. അപ്പൊ അവന്റെ ശാപമോക്ഷം കിട്ടി. അവനും സ്വന്തം രൂപത്തെ സ്വീകരിച്ച് ഭഗവാനെ സ്തുതിച്ച് യാത്രയാവുന്നു. നീതസുഗ്രീവ മൈത്രീം തദനു ഹനുമതാദുന്ദുഭേക്കായം ഉച്ചയ്യക്ഷിപ്ത്വാ അങ്കുഷ്ഠേന ഭൂയോയുലവിധ യുഗപൽപത്രിണ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീ വിരഹതരളിതഃ ത്വം മതംഗാശ്രമന്തേ. സുഗ്രീവനുമായിട്ട് ഹനുമാൻ സഖ്യം ചെയ്യിക്കുന്നു. അങ്ങനെ സപ്തസാലങ്ങളെ ഒരമ്പ് കൊണ്ട് മുറിക്കുന്നു. ദുന്ദുഭിയുടെ ആ തലയോട്ടുണ്ടായിരുന്നു, അവന്റെ ശരീരത്തെ പെരുവിരലുകൊണ്ട് തട്ടി ദൂരത്തേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ ഭഗവാൻ തന്റെ ശക്തി തെളിയിക്കുന്നു. പിന്നെ ബാലി സുഗ്രീവ യുദ്ധത്തിൽ ബാലിയെ ഒളിച്ചു നിന്ന് അമ്പെയ്ത് കൊല്ലുന്നു. ബാലിക്ക് ആക്ഷേപമില്ല ബാലി അങ്ങനെ കൊന്നതിന്. ഇന്നത്തെ പല മണ്ടന്മാർക്കും ആക്ഷേപമുണ്ട്. ബാലി ഭഗവാനെ സ്തുതിച്ചിട്ടാ പോയത്. ബാലി അങ്ങനെ കൊല്ലാൻ കാരണം എന്താ? ബാലിക്ക് അങ്ങനെ ഒരു വരം കിട്ടിയിട്ടുണ്ട്. ഭഗവാൻ ആ വരം എന്തിനാ ഇല്ലാതെയാക്കുന്നത്? കൊടുത്ത വരം അങ്ങനെ ഇരുന്നോട്ടെ എന്ന് തീരുമാനിച്ചു. നേരിട്ട് പോയാൽ ശക്തി പകുതി അങ്ങോട്ട് കിട്ടും.
ഭഗവാനത് ബാധകല്ലെങ്കിലും ആ വരത്തെ സാർത്ഥകമാക്കുവാൻ ഒന്ന്. പിന്നെ ബാലി ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, രാവണനുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട്, അനിയൻ സുഗ്രീവന്റെ ഭാര്യയാക്കി വെച്ചിട്ടുണ്ട്. അനിയന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ മകളുടെ സ്ഥാനമാണ്, ജ്യേഷ്ഠന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനമാണ്. കുറഞ്ഞമാർക്ക് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് സുഗ്രീവൻ പിന്നെ ബാലിയുടെ ഭാര്യ സ്വന്തം ഭാര്യയാക്കി വെച്ചു. അപ്പൊ ബാലി എന്ത് ചെയ്തു? കുറഞ്ഞമാരുടെ സ്വഭാവം എന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് ഒളിയമ്പെയ്ത് കൊന്നു. ഭഗവാനെ സ്തുതിച്ച് ബാലിക്കും ഭഗവാൻ മോക്ഷം കൊടുത്തു. പിന്നെ വർഷക്കാലത്ത് ഭഗവാൻ അവിടെ താമസിച്ചു. വർഷം കഴിഞ്ഞപ്പോൾ വരുന്നില്ല. അപ്പൊ ലക്ഷ്മണനെ പറഞ്ഞയക്കുന്നു. സുഗ്രീവേണാനുജോക്യാ സഭയമഭീയതാവ്യൂഹിതാം വാഹിനീം താം വൃക്ഷാണ വീക്ഷ്യ ദിക്ഷുദ്രുതമധതിജിതാമാർഗണായ അവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരെ പ്രാദിശോ മോദശാലീ മാർഗേ മാർഗേ മമാർഗേ കപിഭിരപി തദാ ത്വൽപ്രിയാ സപ്രയാസൈ. അവിടെ അവസാനമാകുമ്പോൾ 3 മാർഗേത് കാണാം. മാർഗേ മാർഗേ മമാർഗേ. എന്ത് മമാർഗേ? അതെന്ത് മാർഗയാ? മാർഗേ മാർഗം എന്ന് പറഞ്ഞാൽ വഴി. മാർഗേ മാർഗേ എന്ന് പറഞ്ഞാൽ വഴി തോറും. മമാർഗേ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് നടന്നു. അതൊരു ക്രിയാപദമാണ്. അപ്പം അങ്ങനെ സുഗ്രീവന്റെ കൽപ്പനപ്രകാരം 4 ദിക്കിലേക്കും പോയ വാനര സൈന്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു. ഗരുദുരുജവ സമ്പാതി വാക്യപ്രോത്യർണാർണോധിരന്തർണഗരിജനഗജാം വീക്ഷ്യ ദത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനം അക്ഷക്ഷപണതണരണ സോഢബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ചലങ്കാം ഝടിതി സഹനുമാൻ മൗലിരത്നം ദദൂ. ഇത്രയും പറഞ്ഞിട്ട് ഭട്ടതിരിപ്പാട് അവിടെ നിർത്തിയെന്ന സജ്ജനങ്ങൾ പറയാറുള്ളത്. ഇനി ഒരക്ഷരം കൂടി വേണം. എന്താ? മൗലിരത്നം സീതാദേവിയുടെ ചൂടാരത്നം കൊടുത്തു, ഭഗവാന്റെ അങ്കുലീയം സീതാദേവിക്ക് കൊടുത്തു. ഇപ്പോ ഹനുമാൻ മുമ്പിലെത്തി. ഇനി ഒരു അക്ഷരം കൂടി വേണം. ഇനി എന്താ പറയേണ്ടത് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ കൈ നീട്ടിയതാ, ഇങ്ങോട്ട് തന്നേക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ആ ചേർക്കേണ്ട അക്ഷരം കിട്ടി. തേ ഭഗവാന് അവിടുത്തെ കയ്യിൽ തന്നു. നോക്കണേ, സുന്ദരകാന്ഡം എത്ര സുന്ദരമായിട്ടാണ് ഒരു ശ്ലോകം മുഴുവനില്ലാതെ ഭട്ടതിരിപ്പാട് ഒതുക്കിയത്. ഈ ശ്ലോകത്തിലാണ് സുന്ദരകാന്ഡം ഭട്ടതിരിപ്പാട് ഒതുക്കിയത്. ത്വം സുഗ്രീവാംഗദാദിപ്രബല കപിചമൂ ചക്രവിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണഃ കൽപ്രോക്താം ശത്രുവാർത്താം രഹസിന ശമയൻ പ്രാർത്ഥനാവർത്യരോഷപ്രാസ്താഗ്നേയാസ്ത്രതേജഃ ത്രസദുദധിഗിരാ ലബ്ധവാൻ മധ്യമാർഗം. പിന്നെ ഭഗവാൻ സൈന്യവുമായിട്ട് പോകുന്നു ലങ്കയിലേക്ക്. അപ്പൊ സമുദ്രം കടക്കണ്ടേ? ഹനുമാൻ ചാടിക്കടന്നു. എല്ലാവർക്കും ചാടിക്കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് വഴി വേണം. തപസ് ചെയ്തു, വരുണൻ വന്നില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ ആ വില്ലിന്നെടുക്ക്, ഇവനോടൊക്കെ ഇതേ പറ്റുള്ളൂ. മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കില്ല. ആ വില്ല് കൊലച്ചു. ആഗ്നേയാസ്ത്രം തൊടുക്കാൻ തുടങ്ങിയപ്പോഴേ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. വരുണൻ വന്ന് കാൽക്കല് വീണു. അവിടുത്തെ പ്രഭാവം അറിയില്ലേ? പ്രഭാവം നവിതാമതേ. ഇതിൽ കൊണ്ടുവന്നിരുന്നതൊക്കെ ഞാൻ താഴാതെ നോക്കിക്കോളാം. പിന്നെയാണ് കൊരഞ്ഞന്മാര് കീശൈരാശന്തരോപാഹൃതഗിരിനികരയ്യസേതുമാധാപ്യയാതോ യാതുന്യാമർദ്യ ദംഷ്ട്രാനഖശിഖിരശബല ശിലാസാലശസ്ത്രയ്യ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്രാവേഗാസ്ത്രബദ്ധ പതഗപതി ഗരുന്മാരുതൈർമോചിതോ. ഇതിൽ പറഞ്ഞ കഥകളൊക്കെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തുന്നു. സമുദ്രത്തിന് ചിറകെട്ടി അവിടെ എത്തുന്നു. കെട്ടുകഥയൊന്നുമല്ല. അങ്ങനെ പറയാറുണ്ട്. രാമായണം കെട്ടുകഥയാണ്, ഭാഗവതം കെട്ടുകഥയാണ്. കെട്ടുകഥയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാലത്തും അവതാരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അറിയണം എന്നുള്ളവർ അവരൊക്കെ പോയി കാണണം. കണ്ടാൽ മനസ്സിലായി എന്ന് വരില്ല. അപ്പൊ അവിടെ തപസ്സിരിക്കണം.
തപസ്സിരുന്നാലേ കിട്ടുള്ളൂ. എത്ര പേര് ഈശ്വരനെ തപസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മഹാത്മാക്കളുടെ അടുത്ത് പോയിട്ട് കുറച്ച് തപസ്സിരുന്നൂടെ? അവിടെ പോയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടൂടെ? അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇന്ദ്രജിത്തിന്റെ യുദ്ധം, ഇന്ദ്രജിത്തിന് ആ യുദ്ധത്തിൽ ഹനുമാൻ എല്ലാവർക്കും ബോധം കെട്ടതും ഹനുമാൻ അമൃത സഞ്ജീവനി കൊണ്ടുവന്നതും ഒക്കെയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ കേൾപ്പിച്ചത്. സൗമിത്രിസ്ത്വത്വശക്തി പ്രഹൃതികളത സുർവാതജാനീത ശൈലഘ്രാണാൽ പ്രാണാനുപേദ വ്യകൃത കുസൃതിശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണ വചനഹൃതസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലം അഖില ചമൂഭക്ഷിണം യക്ഷിണോസ്ത്വം. ഭൂമി കുലുക്കിക്കൊണ്ടാവുന്നത്, വലിയ ഗുഹ പോലെ വലിയ വായും വളർന്നിട്ട് കണ്ടതൊക്കെ പിടിച്ചു തിന്നുക കുംഭകർണനെ. അവസാനം ഗുരുവായൂരപ്പ അവിടുന്ന് തന്നെ ആ കുംഭകർണനെ നിഗ്രഹിച്ചു എന്ന് പറയാണ്. ഗൃഹ്ണൻ ജംഭാരി സംപ്രേഷിതരഥ കവചോ രാവണേനാഭീയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളതതിമബലാമഗ്നിശുദ്ധം പ്രഗൃഹ്ണൻ ദേവശ്രേണീവരുജ്ജീവിത സമരമൃതൈരക്ഷതൈർരക്ഷസംഘൈ ലങ്കാഭർക്രാചസാകം നിജനഗരമഗാസ്തപ്രിയ പുഷ്പകേണാം. പിന്നെ രാവണൻ തന്നെ നേരിട്ട് യുദ്ധത്തിന് വരുന്നു. രാവണൻ തേരിൽ നിന്ന് യുദ്ധം ചെയ്യുക, രാമൻ നിലത്ത് നിന്ന് യുദ്ധം ചെയ്യുക. അത് ശരിയാവില്ല എന്ന് തോന്നി ദേവേന്ദ്രന്. ദേവേന്ദ്രൻ തൻ്റെ തേര് കൊടുത്തയച്ചു. അങ്ങനെ രാവണന് യുദ്ധത്തിൽ ക്ഷീണമൊക്കെ വന്നപ്പോൾ രാമൻ പറഞ്ഞു, നീ ഇപ്പൊ ക്ഷീണിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നീ പോയിട്ട് റെസ്റ്റ് എടുത്ത നാളെ യുദ്ധത്തിന് വാ. അതുകൊണ്ടാണ് രാമന് മര്യാദാ പുരുഷോത്തമൻ എന്ന് പറഞ്ഞത്. ശത്രുവിന് ശക്തിയില്ലാത്ത സമയത്ത് പേടിച്ചിരിക്കുമ്പോൾ ശത്രുവിനെ എതിരിടരുത്. ധർമ്മിഷ്ഠനാണ് രാമൻ. ധർമ്മയുദ്ധമാണ് രാമൻ നടത്തിയത്. പക്ഷെ കൃഷ്ണന്റെ കാലമായപ്പോഴേക്ക് കലി അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണൻ മുഴുവൻ ധർമ്മം ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. ഭക്തന്മാർക്ക് വേണ്ടി കുറച്ച് അധർമ്മമൊക്കെ കൃഷ്ണൻ ഇല്ല എന്ന് പറയാൻ വയ്യ. അങ്ങനെ രാവണനെ നിഗ്രഹിച്ചു. സീതയെ അഗ്നിശുദ്ധയായിട്ട് സ്വീകരിച്ചു. പുഷ്പക വിമാനത്തിൽ എല്ലാവരും കയറാൻ നോക്കുമ്പോഴാണ് ധാരാളം അവിടെ ഈ കൊരങ്ങന്മാര് കൂടെ വന്നവരും മരിച്ചിട്ടുണ്ട്. കിഷ്കിന്ധയിലെത്തിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മക്കള് പറയില്ലേ, ഞങ്ങളുടെ അച്ഛനെ രാമൻ കൊണ്ടുപോയിട്ട് കൊന്നു എന്ന് പറയില്ലേ? ഇവരുടെ ഭാര്യമാര് പറയില്ലേ, ഞങ്ങളൊക്കെ വിധവകളാക്കി ശ്രീരാമൻ എന്ന് പറയില്ലേ? അതുണ്ടാവരുതല്ലോ. ഭഗവാൻ സങ്കല്പിച്ചു, മരിച്ചവരൊക്കെ ജീവിച്ചു. ഭഗവാന്റെ കൂടെ പോയ വാനരന്മാര് മുഴുവൻ ജീവിച്ചു. എന്നാൽ ഈ രാക്ഷസന്മാരൊന്നും ജീവിച്ചില്ല. അതെന്താന്ന് ചോദിച്ചാൽ രാമൻ രാക്ഷസന്മാരെ കൊല്ലാൻ വന്നതാ. അത് അധർമ്മമാണ്. അവരെ നശിപ്പിക്കാനാ വന്നത്. ഇവര് ദേവാംശ സംഭൂതന്മാരാണ്. അവരുടെ ആവശ്യം കഴിയും. അതിന് നമുക്ക് അവസാനം കേൾക്കാം അവരെന്താ ചെയ്തതെന്ന്. വാൽമീ പ്രീതോ ദിവ്യാഭിഷേകൈരയുധസമധികൻ വത്സരൻ വര്യരംസീഹി മൈഥില്യാം പാപവാചാ ശിവ ശിവ കില താം ഗർഭിണീമഭ്യഹാസീഹി ശത്രുഘ്നേനർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയശൂദ്രപാശം താവദ്വാൽമീകിഗേഹേ കൃതവസതിരുപാസൂത സീതാസുതൗതേ. പിന്നെ ഭഗവാന്റെ രാജ്യാഭിഷേകം, ഉത്തരരാമായണ ചരിത്രങ്ങള്, സീതാദേവി 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത ചരിത്രം, വാൽമീകസ്ത്വൽസുതുർഗാപിത മധുരകൃതേ രാജ്ഞയാ യജ്ഞവാടേ സീതാന്വയ്യാപ്തുകാപേക്ഷിമവിശദസൗത്വഞ്ച കാലാർത്ഥിതോ ഭൂഃ ഹേതോ സൗമിത്രിഘാധീ സ്വയമഥ തരയൂമഗ്നനിശേഷഭൃത്യയ്യ സാഗം നാഗം പ്രയാതോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം. രാക്ഷസന്മാരെയൊക്കെ കൊന്നു. ഇനി കൂടെ വന്ന ദേവന്മാരും അപകടകാരികളാണ് ഇവിടെ ഇരുത്തിയാൽ, അതുകൊണ്ട് അവരെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. വാനരന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൂടെ വരാൻ തയ്യാറുള്ളവരോടൊക്കെ വന്നോളാൻ പറഞ്ഞു. എല്ലാവരും സരയൂ നദിയിൽ മുങ്ങി. പിന്നെ ആരും പൊങ്ങിയില്ല. അവരൊക്കെ എവിടെ പോയിട്ട് പൊങ്ങി? ദേവവൈകുണ്ഠമാദ്യം. ആ സരയൂ നദിയില് ഭഗവാന്റെ കൂടെ മുങ്ങിയവരൊക്കെ വൈകുണ്ഠത്തിൽ പോയിട്ട് മുങ്ങി. അവർക്കും മോക്ഷം കിട്ടി, രാക്ഷസന്മാർക്കും മോക്ഷം കിട്ടി. രാമൻ എന്തിനാ വന്നത്? രാമോ രമയതി.
സ്വയം രമതെ അന്യാൻ രമയതി. സ്വയം സന്തോഷിക്കുന്നു, മറ്റുള്ളവരെ രമിപ്പിക്കുന്നു. പുരുഷോ രാമചരിതം ശ്രവണൈഹി ഉപധാരയൻ. ഭാഗവതത്തിൽ പറയുന്നു, ഒരു മനുഷ്യൻ ഈ രാമന്റെ കഥ ശ്രവണൈഹി ഉപധാരയൻ, ശ്രദ്ധിച്ചു കേൾക്കൊന്നും വേണ്ട. ഇവിടെ വന്നു 12:45 നിർത്തുണ്ടല്ലോ, വേഗം നിർത്തിയ ഊണ് കഴിക്കായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കേൾക്കുകയാണെങ്കിലും, ശ്രദ്ധയില്ലാതെ കേൾക്കുകയാണെങ്കിലും ശ്രവണൈഹി ഉപധാരയൻ ആനൃശംസ്യപരോ രാജൻ. ആനൃശംസ്യപരനായിട്ട് കർമ്മബന്ധൈർ വിമുച്യത. എന്താ ഈ ആനൃശംസ്യം? ആനൃശംസ്യം എന്ന് പറഞ്ഞാൽ സത്യം, ധർമ്മം, ദയ, ദാക്ഷിണ്യം മുതലായിരിക്കുന്ന സൽഗുണങ്ങൾ. ഇങ്ങനെയുള്ള സൽഗുണങ്ങളിൽ നിഷ്ഠയോടുകൂടിയവനായിട്ട് കർമ്മബന്ധത്തിൽ നിന്ന് മോചിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഇനി ഭാഗവതത്തിലെ കഥ കഴിഞ്ഞു. ഇനി ഭട്ടതിരിപ്പാടിന്റെ സ്വന്തം സ്വകപോല കൃതിയാണ് അടുത്ത ശ്ലോകം. ഇത് ഭാഗവതത്തിലുള്ളതല്ല. അതാ ഞാൻ പറഞ്ഞത്, രാമായണ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ കുറേയൊക്കെ കൂട്ടിച്ചേർന്നിട്ടുണ്ടായിരുന്നു. സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്യ ജനമപി ഭവേൽ കാമധർമാതിസക്രിയാ നോ ചേത് സ്വാത്മാനുഭൂതേഃ ക്വനു തവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനു വ്യാധിതാപൻ. ഗുരുവായൂരപ്പ, അങ്ങനെയൊക്കെയുള്ള സഹ അയം മർത്യാവതാര. സ എന്ന് പറഞ്ഞാൽ അത്, മർത്യാവതാര മനുഷ്യാവതാരം, രാമാവതാരം. അയം എന്ന് പറഞ്ഞാലോ ഈ മനുഷ്യാവതാരം. അതെന്താ ആ ഇത് രണ്ടും കൂടി പറയൂ. ആ രാമാവതാരം, പിന്നെ ഈ രാമാവതാരം ഏതാ? ഈ രാമാവതാരം ഈ ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ തന്നെയാണ് ശ്രീരാമനായത്, അല്ലെങ്കിൽ ശ്രീരാമനാണ് ഗുരുവായൂരപ്പനായത്. തവ ഖലു നിയതം, എന്തിനു വേണ്ടി ഇങ്ങനെ അവതരിച്ചു? മർത്യശിക്ഷാർത്ഥമേവം, മനുഷ്യനെ പഠിപ്പിക്കാൻ. എന്താ? വിശ്ലേഷാർത്ഥിർ നിരാഗസ്ത്യജനമപി ഭവേൽ കാമധർമാതിസക്രിയ. കാമത്തിലായാലും ധർമ്മത്തിലായാലും. മഹാഭാരതത്തിലൊക്കെ ധർമ്മത്തിലുള്ള അമിതമായിട്ടുള്ള ആവേശം അതും അപകടമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഭാഗവതം പറഞ്ഞത് ഒക്കെ ഉപേക്ഷിച്ച് സർവധർമാൻ പരിത്യജ്യ. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, ധർമ്മം അധർമ്മമൊക്കെ ഒന്നും നോക്കണ്ട, ഒക്കെ എനിക്കങ്ങ് സമർപ്പിക്കൂ എന്ന്. ധർമ്മത്തിലായാലും കാമത്തിലായാലും അമിതമായിട്ടുള്ള ആസക്തി ഉണ്ടായാൽ രാമനെ പോലെ ഇങ്ങനെ ദുഃഖിക്കേണ്ടി വരും. രാമൻ ദുഃഖിച്ചില്ല, ദുഃഖമുള്ളവനെ പോലെ അഭിനയിച്ചു. നമ്മളാണെങ്കിൽ ദുഃഖിക്കും. ദുഃഖിക്കാതിരിക്കാൻ എന്ത് വേണം? ആഞ്ജനേയനെ പോലെ രാമന്റെ പാദം മുറുക്കി പിടിച്ചോളൂ. മുറുക്കി പിടിച്ചാൽ ആഞ്ജനേയനൊരു ദുഃഖമില്ല. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണരോചനം മാരുതിം നമത രാക്ഷസാന്തകം. സ്വയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്യ ജനമപി ഭവേൽ കാമധർമാതിസക്രിയ നോ ചേത് സ്വാത്മാനുഭൂതേഃ ക്വനു തവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനു വ്യാധിതാപൻ. രാമായണത്തെ ഇങ്ങനെ 2 ദശകങ്ങളിലായിട്ട് ഭട്ടതിരിപ്പാട് ഉപസംഹരിച്ചിരിക്കുന്നു. നമുക്ക് രാമഭക്തൻ ആഞ്ജനേയന്റെ പാത പിന്തുടരാം. എപ്പോഴും രാമന്റെ കൂടെ ഉണ്ടാവും. വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രിപരിപൂർണ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി ബുദ്ധിർബലം യശോ വീര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനൂമൽ സ്മരണാത് ഭവേൽ. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ഉറക്കെ ശ്രീ ആഞ്ജനേയ സ്വാമിക്ക്
ശ്രീ ആഞ്ജനേയ സ്വാമിക്ക്